50 ട്രില്യൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. നമ്മളുടെ ബ്രെയിനകത്ത് 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഇലക്ട്രിക്കൽ, കെമിക്കൽ, മെക്കാനിക്കൽ ഓർഗൻ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഇത് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്നാ പറയാ. ഒരു ലോഡഡ് ഗൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചോണ്ട് ഒരു കുഴപ്പമില്ല, എടുത്ത് ട്രിഗർ ചെയ്താലേ കുഴപ്പമുള്ളൂ. ഈ ട്രിഗർ എന്താണെന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം. എനിക്ക് എന്റെ ആരോഗ്യം, എന്റെ ബയോളജി പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് നോ മൈ ജനറ്റിക് പ്രൊഫൈൽ. 15 വർഷം മുമ്പ് ഇത് സംസാരിക്കില്ലായിരുന്നു. എന്തുകൊണ്ട് സംസാരിക്കില്ല എന്ന് ചോദിച്ചാൽ അന്ന് നമുക്ക് ഇത്രയും സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനറ്റിക്സ്, ഇത് മൂന്നും വന്നതോടുകൂടി നമുക്ക് ക്വാണ്ടിഫയബിൾ ആയി എല്ലാ കാര്യങ്ങളും. ചിന്തിക്കുന്ന രീതി, ജീവിക്കേണ്ടിടത്തോളം എത്ര കാലം, എത്ര ആരോഗ്യത്തോടെ ജീവിക്കണം, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റലിയുടെ ചില ഭാഗങ്ങൾ, ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള അവിടേക്ക് നോക്കിയപ്പോൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 120. അപ്പൊ 150 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് ഇനി അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. കാരണം മെഡിക്കൽ രംഗത്ത് വന്നിട്ടുള്ള അഡ്വാൻസ്മെന്റ് കൊണ്ട് നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ അതിന് വേറെ ആളൊന്നുമില്ല, ഇവിടെ നമ്മൾ തന്നെ ഉള്ളൂ. നമ്മൾ സ്വയം തീരുമാനിക്കണം. അപ്പൊ അവിടെയാണ് ഈ പറയുന്ന ബയോ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് വരുന്നത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ജിമ്മിൽ പോയിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് പറയുന്നത്? പുനീത് രാജ്കുമാറിനെ പോലുള്ള ആൾക്കാർ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ന്യൂട്രിയൻസ് കഴിക്കാത്തതുകൊണ്ടല്ല. നമ്മളുടെ ഇടയിൽ ചെറുപ്പക്കാരനായിട്ടുള്ള സൂപ്പർ സ്റ്റാർ, അദ്ദേഹം ഇപ്പൊ ഒരു വലിയൊരു ആക്ഷൻ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഒരു 3 days or 4 days കഴിഞ്ഞിട്ട് ആള് കുറെ ഡ്രെയിൻഡ് ആയി. കാരണം അത്രയും ഈ കെയിം ദെയർ ഫോർ 1 day റിജുവനേറ്റഡ്, റിക്കവേർഡ്. നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ 1000 സ്വപ്നങ്ങൾ ഉണ്ടാവും, അല്ലേ? ആരോഗ്യം പോയാലോ ഒരു സ്വപ്നമുണ്ട്. സന്തോഷത്തോടെ, സമാധാനത്തോടെ, വളരെ ആരോഗ്യത്തോടെ ജീവിതകാലം മുഴുവൻ ഇരിക്കുക എന്ന് പറയണത്, നല്ല ആയുസ്സോടെ ജീവിക്കുക എന്ന് പറയണത് ഒക്കെ നമുക്കെല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള കാര്യമാണല്ലേ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ലോകം മുഴുവൻ ചുറ്റിക്കാണുക, നമ്മുടെ ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കൂടെ മാത്രമല്ല, നമ്മുടെ ഗ്രേറ്റ് ഗ്രാൻഡ് ചിൽഡ്രൻ്റെ കൂടെ സന്തോഷത്തോടെ ദിവസങ്ങൾ പങ്കിടുക. എന്തിനേറെ 5 കിലോമീറ്റർ ഓടി വന്നിട്ട് നമ്മുടെ 100ാമത്തെ ബർത്ത്ഡേ അതും വളരെ ആരോഗ്യത്തോടെ സന്തോഷത്തോടെ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറയണത്, ഇതൊക്കെ ഭയങ്കര അതിശയോക്തിയുള്ള കാര്യമാണ്. ഇതൊക്കെ എങ്ങനെ നടക്കും? ഞാനൊക്കെ പറയണത് കുറച്ച് കൂടുതലല്ലേ എന്ന് നിങ്ങൾക്ക് ഒരു പക്ഷേ തോന്നിയേക്കാം. പക്ഷേ ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മളിൽ ആർക്കും സാധിക്കും എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന ഒരു വ്യക്തിത്വം. എന്തിനേറെ പറയണു, നമുക്ക് മരണം എന്ന് പറയുന്നത് വരെ ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മരിച്ചാൽ മതി എന്ന് വരെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്ന, നമ്മുടെ ഓപ്ഷണലാക്കി മാറ്റി തരുന്നത് മറ്റാരുമല്ല, ഡോക്ടർ സജീവ് നായർ. സജീവേട്ട, താങ്ക് യു സജീവേട്ട. പക്ഷേ സജീവേട്ടൻ പറയണം, വളരെ കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയണത്, നിങ്ങൾക്ക് വേണേ നിങ്ങൾ മരിച്ചാൽ മതി, അല്ല മരിക്കണ്ട. അതും വെറുതെ മരിക്കണ്ട എന്നല്ല ചേട്ടൻ പറയണത്. ജീവിക്കാന്ന് പറയണത് വളരെ ഹാപ്പി ആയിട്ടും വളരെ എന്താ പറയുക സന്തോഷത്തോടെയും ഹെൽത്തി ആയിട്ടും ജീവിക്കാൻ നമുക്കൊരു അഷുറൻസ് തരുകയാണ് സജീവേട്ടൻ്റെ ഓരോ വാക്കുകളും. സജീവേട്ടൻ്റെ ഓരോന്ന് കേൾക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഫുൾ അങ്ങനെയാണ്. ഇത്രയ്ക്കൊക്കെ ഈസിയാണോ ജീവിക്കുക എന്ന് പറയുന്നത് സജീവേട്ട? ആക്ച്വലി ഈ ചോദ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നത് അതിനകത്തെ ഉത്തരവ്. കാരണം നമ്മുടെ ഉള്ളിൽ ആ ഒരു ചോദ്യം ഉണ്ടല്ലോ, ഇത്രയൊക്കെ ഈസി ആണോ എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ ജീവിക്കുക എന്ന് പറയുന്ന ഒരു ടഫ് പ്രപ്പോസിഷൻ ആണ് എന്ന് എവിടുന്നോ നമ്മളുടെ ഉള്ളിൽ ഒരു ഉപബോധ മനസ്സിൽ നമുക്ക് കയറി വന്നിട്ടുണ്ട്. സത്യം. അത് പല സാഹചര്യങ്ങളാവാം, നമ്മൾ ജീവിച്ചു വന്ന സാഹചര്യങ്ങളാവാം, നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള കാര്യങ്ങളാവാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു 15 വർഷം മുമ്പ് ഞാനിത് പറയുകയായിരുന്നെങ്കിൽ, ഞാനെന്നല്ല, ലോകത്തിൽ ഇപ്പോൾ ലോഞ്ചിവിറ്റി സയൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏതൊരാളും 15 വർഷം മുമ്പ് ഇത് സംസാരിക്കില്ലായിരുന്നു. എന്തുകൊണ്ട് സംസാരിക്കില്ല എന്ന് ചോദിച്ചാൽ അന്ന് നമുക്ക് ഇത്രയും സയൻസ് ആൻഡ് ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിരുന്നില്ല. ഇന്നിപ്പോൾ നമുക്ക് നമ്മളുടെ DNA ഡീകോഡ് ചെയ്ത് അതിനകത്ത് ഇൻഫർമേഷൻ എടുക്കാം. നമ്മളുടെ ഇഷ്ടം പോലെ സ്മാർട്ട് വെയറബിൾസ് അവൈലബിൾ ആണ്. സ്മാർട്ട് ബാൻഡ്സ്, സ്മാർട്ട് വാച്ച് പോലുള്ള സ്മാർട്ട് റിങ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് വേണമെന്ന് വെച്ചാൽ, ഇപ്പം എന്നോട് രമേശ് ചോദിക്കുകയാണ് എങ്ങനെ ഉണ്ടായിരുന്നു ഉറക്കം എന്ന് ചോദിച്ചാൽ, എനിക്ക് വ്യക്തമായിട്ട് അത് ക്വാണ്ടിഫൈ ചെയ്ത് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ അതിനൊരു സ്കോർ പറയാൻ പറ്റും. I scored 8 out of 10 in the sleep എന്ന് എനിക്ക് പറയാൻ പറ്റും. കാരണം അത്രയും IoT, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ജനറ്റിക്സ്, ഇത് മൂന്നും വന്നതോടുകൂടി നമുക്ക് ക്വാണ്ടിഫയബിൾ ആയി എല്ലാ കാര്യങ്ങളും. ഉറക്കം ക്വാണ്ടിഫയബിൾ ആയി, ഡൈജഷൻ ക്വാണ്ടിഫയബിൾ ആയി, ഓരോ ഓർഗന്റെയും ഫങ്ഷൻ ക്വാണ്ടിഫയബിൾ ആയി. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്, നമുക്ക് മെഷർ ചെയ്യാനും മാനേജ് ചെയ്യാനും പറ്റുന്ന, അല്ലെങ്കിൽ മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റുന്ന എന്തും മാനേജ് ചെയ്യാവുന്നതാണല്ലോ നമ്മൾ പറയുന്നത്.
അപ്പോൾ നമുക്കിപ്പോൾ കൂടുതൽ കുറച്ചുകൂടെ വളരെ ഈസി ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റും. പക്ഷേ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഉണ്ടെങ്കിൽ അപ്പോഴും ഡോക്ടറുടെ അടുത്ത് പോയി ചോദിക്കേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതെ. ഇന്ന് അതില്ലാതെ തന്നെ നമുക്ക് തന്നെ മെഷർ ചെയ്യാനും മോണിറ്റർ ചെയ്യാനും പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിക്കുന്ന രീതി, നമ്മളുടെ എനർജി ലെവൽ, ചിന്തിക്കുന്ന രീതി, ജീവിക്കേണ്ടിടത്തോളം എത്ര കാലം എത്ര ആരോഗ്യത്തോടെ ജീവിക്കണം, ഇതൊക്കെ ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരു സാധാരണക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകരും ഞാൻ ഉൾപ്പെടെ, നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ കോമൺ മെന്റൽ ലാംഗ്വേജിൽ ചേട്ടൻ ഇതെല്ലാം ഒന്ന് ബ്രീഫ് ചെയ്ത് തരുമോ? എങ്ങനെയാണ് ഇതൊക്കെ ക്വാണ്ടിഫൈ ചെയ്യുക എന്ന് പറയണതും നമുക്ക് തന്നെ ഇതൊരു അനലൈസ് ചെയ്ത് ഒരു ഡോക്ടറിനെ നമുക്കിപ്പോൾ നമ്മുടെ ഒരു ഇപ്പം എല്ലാവരും സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും ഇന്നിപ്പോൾ മണി എന്ന് പറയണത് വലിയൊരു ഇറ്റ്സ് ഫിനാൻഷ്യൽ സംഭവം എന്ന് പറയണത് എല്ലാവരും അതിൻ്റെ പിന്നിലൊരു ഓട്ടമാണല്ലേ, പൈസ ഉണ്ടാക്കുക. പക്ഷേ അതിൻ്റെ പുറകെ ഓടുമ്പോൾ നമ്മുടെ ആരോഗ്യം പലപ്പോഴും നമ്മളത് മൈൻഡ് ചെയ്യില്ല. അൺലെസ് അൺടിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു കൊട്ട് കിട്ടുമ്പോൾ മാത്രമാണ് നമ്മുടെ ഹെൽത്ത് ഒന്ന് പോയിട്ട് ഒരു റുട്ടീൻ ചെക്കപ്പ് ആയിക്കോട്ടെ, നമ്മൾ ഒന്ന് നമ്മളിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ടാവുക. പക്ഷേ ഇത് എന്താ പറയുക, ചേട്ടൻ പറയുന്നത് നമ്മുടെ ആ ഒരു ഓട്ടം, ആ ഒരു യാത്ര വളരെ ഹാപ്പി ആയിട്ടും നമുക്ക് വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ആൻഡ് അറ്റ് ലാസ്റ്റ് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലത്തെ ഒരു കൊട്ടും കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ചേട്ടൻ 100% ഗ്യാരണ്ടിയും പറയുന്നുണ്ട്. സാധിക്കും എന്നുള്ളതാണ് ഇന്ന് സയൻസ് പ്രൂവ് ചെയ്യുന്നത്. ഒരു സംശയമില്ല. കാരണം ഇതിനകത്തുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആരോഗ്യം എന്ന് പറയുമ്പോൾ അതിൽ നിന്നാണല്ലോ എല്ലാം തുടങ്ങുന്നത്. അതെ. ഇപ്പം ഞാൻ എപ്പോഴും പല ആൾക്കാരുമായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവാറുള്ളത് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈപ്പോതൈറോയിഡിസം, ഇതൊക്കെ ഇന്ന് വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷൻസ് ആണ്. കണ്ടീഷൻസ് പറയാനാണ് നല്ലത്, ഡിസീസ് എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ആ കണ്ടീഷൻസ് ഒക്കെ ഇപ്പൊ നോർമലൈസ് ചെയ്തു. അതല്ല ആൾക്കാരുടെ പ്രശ്നം അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളാണ് എന്ന് പറയുമ്പോൾ എൻ്റെ പെർഫോമൻസിനെ അഫക്റ്റ് ചെയ്യുന്നു. ഇപ്പൊ രമ്യ ആണെങ്കിലും ഒരു സ്റ്റേജിലേക്ക് ഒരു പെർഫോമൻസിന് കയറുന്ന സമയത്ത് അവിടെ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റണം. അത് എൻ്റെ ഹെൽത്ത് കണ്ടീഷൻ എന്നെ അതിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഐ ആം ഡിസപ്പോയിന്റഡ് അല്ലേ. അപ്പൊ പെർഫോമൻസ് ആണ് ഇതിനകത്തെ ക്രിട്ടിക്കൽ ആസ്പെക്ട്. ആസ് ലോങ് ആസ് വി ക്യാൻ പെർഫോം വി ക്യാൻ മാനേജ്. കാരണം ഇന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിലുണ്ടായ മേജർ അഡ്വാൻസ്മെന്റുകളാണ്. പണ്ട് എൻ്റെ അച്ഛന് ആദ്യത്തെ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന സംഭവം ഇല്ല. ഒരുപക്ഷെ അന്ന് ആൻജിയോപ്ലാസ്റ്റി ഉണ്ടായിരുന്നെങ്കിൽ അച്ഛൻ കുറെ കാലം ജീവിച്ചു. അത്രയും അഡ്വാൻസ് ചെയ്തു. അപ്പൊ ഇന്ന് മെഡിക്കൽ സയൻസ് കൊണ്ടും നമ്മുടെ മെഡിക്കൽ അഡ്വാൻസ്മെന്റ് കൊണ്ടും ഹോസ്പിറ്റലുകളുടെ ഇപ്പോഴത്തെ ടെക്നോളജിയിലുണ്ടായ വികസനം കൊണ്ടും പല അസുഖങ്ങളെയും വന്നാലും നമുക്കതിനെ മാനേജ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് സാധിക്കുന്നുണ്ട്. ഒന്ന്, അപ്പോൾ മാനേജ് ചെയ്യാന്ന് പറയുമ്പോൾ അസുഖം വന്ന ശേഷമുള്ള കാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന്റെ അടുത്ത ഭാഗമാണ്. അത് ശരിക്കും അസുഖത്തെ മാനേജ് ചെയ്യാണ്. സോ ഇൻ എ വേ യു ക്യാൻ സേ യു ആർ ലിവിങ് ലോങ് ബട്ട് യു ആർ ഡൈയിങ് ലോങ്. യുവർ ഡെത്ത് ഈസ് എക്സ്റ്റെൻഡഡ് എന്ന് പറയുന്നതാണ് കുറച്ചുകൂടെ നല്ല ഭാഷ. ചെറുപ്പത്തിൽ തന്നെ ആൾക്കാർ മരിച്ചു പോകുന്നു എന്ന് പറയാറുണ്ട്. പണ്ട് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ മരിച്ചിരുന്നു. അത് പലരും മറന്നു പോകുന്നു. കാരണം 1980 നമ്മുടെ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി, അതായത് ആയുർദൈർഘ്യം ഇന്ത്യയിൽ 48ആയിരുന്നു 1980. ഇന്നത് 70 എന്ന് പറഞ്ഞാൽ അത് തന്നെ പറയുന്നത് എന്താണ്? ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 70 എന്ന് പറഞ്ഞാൽ അർത്ഥം 1 out of 3, 3-ൽ ഒരാൾ 100 വയസ്സ് കിടക്കുന്നില്ലേ. ആവറേജ് 70 എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളിവിടെ 6 പേര് ഇരിപ്പുണ്ടെങ്കിൽ അതിനകത്ത് 2 പേര് 100 കിടക്കുന്നുള്ള ഉറപ്പാണ്. പ്രത്യേകിച്ച് നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ അത് തന്നെ അസച്ച് പീപ്പിൾ ആർ ലിവിങ് ലോങ്ങർ. ഇപ്പൊ ജപ്പാനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഇറ്റലിയുടെ ചില ഭാഗങ്ങൾ, ഈ ബ്ലൂ സോൺ എന്ന് പറയുന്ന മാർക്ക് ചെയ്തിട്ടുള്ള അവിടേക്ക് നോക്കിയപ്പോൾ ആവറേജ് ലൈഫ് എക്സ്പെക്ടൻസി 120-ലെത്തി. മനസ്സിലായില്ലേ? അപ്പം 150 വയസ്സ് വരെ ജീവിക്കുക എന്ന് പറയുന്നത് ഇനി അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. കാരണം നമ്മളുടെ റഷ്യൻ പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും കഴിഞ്ഞ ദിവസം കണ്ടുമുട്ടിയ സമയത്ത് അവരുടെ പ്രധാന ചർച്ചാ വിഷയം 150-ാമത്തെ വയസ്സ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരുന്നു. അപ്പൊ എന്ന് പറയുമ്പോൾ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഒന്ന് മെഡിക്കൽ രംഗത്ത് വന്നിട്ടുള്ള അഡ്വാൻസ്മെന്റ് കൊണ്ട് ഇൻ കേസ് ഇഫ് യു ആർ അഫക്റ്റഡ് ബൈ എ ഡിസീസ് അതിനെ മാനേജ് ചെയ്ത് നമ്മുടെ ലൈഫിനെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. ഓഫ് കോഴ്സ് അവിടെ ഉള്ള ഒരു ചാലഞ്ച് നമ്മുടെ എനർജി അഫക്റ്റഡ് ആയിരിക്കും, പെർഫോമൻസ് അഫക്റ്റഡ് ആയിരിക്കും. ഒരാൾക്ക് ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ അതേ പെർഫോമൻസ് അയൊക്കെ ഒരേപോലെ തന്നെ നിലനിർത്താമെന്ന് പ്രതീക്ഷിക്കാൻ വലിയ പ്രയാസമാണ്. സാധിക്കും, അതിന് പറ്റുന്ന റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് അവൈലബിൾ ആണ്. പക്ഷേ നമ്മളിവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ദൗത്യത്തിലേക്കാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദി ഞാനാണെന്നുള്ളത് ഞാൻ തന്നെ സ്വയം തീരുമാനിക്കണം. കാരണം നമ്മളെപ്പോഴും ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇല്ലാതാവുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ ശ്വാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് ശ്വാസം മുട്ടുമ്പോഴാണ്, അല്ലേ? നമ്മൾ തലയെക്കുറിച്ച് ചിന്തിക്കുന്നത് തലവേദന എടുക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മുടെ ആരോഗ്യത്തിന്റെ ഉത്തരവാദി ഡോക്ടറാണെന്നും ഹോസ്പിറ്റലാണെന്നും ഉള്ള വിശ്വാസമാണ് മനുഷ്യർക്ക് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് പല കാര്യങ്ങളും പറഞ്ഞാൽ ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ. മെയിൻലി ഡോക്ടറോട് ചോദിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡോക്ടേഴ്സ് അവിടെ ഇരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇന്ത്യയിലുള്ള ലീഡിങ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സമയമില്ല, അവർക്ക് കഥ പറഞ്ഞിരിക്കാൻ നേരമില്ല.
അപ്പം ബേസിക് ആയിട്ട് നോക്കിയാൽ വെൻ ഇറ്റ് കംസ് ടു ഡിസീസസ്, നമുക്ക് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ വി നോ ഹും ടു ഗോ ടു. അതിന് വേറെ ഓപ്ഷൻ ഒന്നുമില്ല, മെഡിക്കൽ ഡോക്ടേഴ്സിന്. പക്ഷേ ടു മെയിൻറ്റെയിൻ ഗുഡ് ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം നിലനിർത്തണമെങ്കിൽ അതിന് വേറെ ആളൊന്നുമില്ല, ഇവിടെ നമ്മൾ തന്നെ ഉള്ളൂ. നമ്മൾ സ്വയം തീരുമാനിക്കണം. അപ്പം അവിടെയാണ് ഈ പറയുന്ന ബയോ ഹാക്കിംഗ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്സ് വരുന്നത്. അത് പല ആൾക്കാർ ഇന്റർപ്രിറ്റ് ചെയ്യുമ്പോൾ സെൽഫ് മെഡിക്കേഷൻ പോലെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. അങ്ങനെയല്ല. ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഹൗ ക്യാൻ ഐ മാനേജ് മൈ ഓൺ ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, എനിക്ക് എൻ്റെ എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല. സത്യം പറഞ്ഞാൽ അറിയില്ല. നമ്മുടെ ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ട്, ഇല്ലല്ലോ. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്സ്, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സിനും ഓപ്പറേറ്റിംഗ് മാനുവൽ ഉണ്ട്, ശരിയല്ലേ? ഒരു ഫ്രിഡ്ജ് വാങ്ങിച്ചാലോ, നമ്മുടെ ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള, നമ്മൾ ഇവർ പറയുന്ന അനുസരിച്ച് തന്നെ നമ്മുടെ 50 ട്രില്യൺ കോശങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഓരോ കോശവും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് പറയുന്നു. നമ്മളുടെ ബ്രെയിനകത്ത് 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. അപ്പൊ ഇത്രയും വലിയൊരു ഇലക്ട്രിക്കൽ, കെമിക്കൽ, മെക്കാനിക്കൽ ഓർഗൻ അല്ലെങ്കിൽ ഒരു മെക്കാനിസം ഇതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഐഡിയ ഇല്ല. ഈവൻ ടു ദി എക്സ്റ്റെൻറ്റ് ഞാനും എൻ്റെ ബ്രെയിനും തമ്മിൽ തിരിച്ചറിയാൻ പോലും എനിക്കറിയില്ല. എന്ന് പറഞ്ഞാൽ ഞാനാണ് എൻ്റെ ബ്രെയിനെന്നും എൻ്റെ ബ്രെയിനാണ് ഞാനെന്നും വിശ്വസിച്ച് ജീവിക്കുന്നവരാണ് ഭൂരിഭാഗവും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആണ്, ഞാൻ ദേഷ്യത്തിലാണ്, ഞാൻ സങ്കടത്തിലാണ്. അതേസമയം എൻ്റെ കാലിനോടും കൈയോടൊന്നും അറ്റാച്ച്മെന്റ് ഇല്ലല്ലോ. എൻ്റെ കാലിന് വേദന എടുക്കുന്നില്ലേ പറയാറുള്ളൂ. എന്തുകൊണ്ട് നമുക്ക് പറഞ്ഞുകൂടാ എൻ്റെ ബ്രെയിൻ ഇത്ര ഫ്രസ്ട്രേറ്റഡ് ആണെന്ന്? അപ്പോൾ ബേസിക്കായി നമുക്ക് അറിയത്തില്ല. വി ഡോണ്ട് നോ. വി ബിലീവ് ദാറ്റ് ഇത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും മാത്രം ഡീൽ ചെയ്യേണ്ട ഒരു സാധനമാണ് ഹെൽത്ത് എന്നുള്ള ധാരണ. അത് മാറിയിട്ട് നമുക്ക് സ്വയം പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. കുറേയൊക്കെ മാറ്റം വന്നു ഈ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് തന്നെ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യങ്ങൾ, അതിലൂടെ നമുക്ക് സ്വയം നമ്മളുടെ ബയോളജി എന്ന് പറയുമ്പോൾ നമ്മുടെ സെല്ലുകളുടെ ഫങ്ഷൻ, നമ്മളുടെ മനസ്സ്, സൈക്കോളജി, മനസ്സിൻ്റെ ഫങ്ഷൻ, നമ്മുടെ ന്യൂറോളജി, നമ്മളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ, ഇതിനെ വരുതിയിൽ എത്തിക്കുക. ഹാക്ക് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വാക്കാണ്, പക്ഷെ അതിന്റെ അർത്ഥം വരുതിയിൽ എത്തിക്കുക, കൺട്രോൾ ഏറ്റെടുക്കുക എന്ന് പറയില്ലേ. ഇപ്പൊ നമ്മള് ഇത് ഈ ബയോ ഹാക്കിംഗ് എന്നുള്ള വേർഡൊക്കെ വന്നത് എങ്ങനെയാ വെച്ചാൽ ഇത് സിലിക്കോൺ വാലിയിൽ നിന്ന് തുടങ്ങിയത് കൊണ്ട് വന്ന വേർഡാണ്. അതായത് പ്രത്യേകിച്ച് ഒരു എന്താ പറയുക, ലോകത്തില്ലാത്ത കാര്യമൊന്നുമല്ല. അപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഈ ലോഞ്ചിവിറ്റി, ബയോ ഹാക്കിംഗ് എന്നുള്ള സ്പേസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ മനസ്സിലായത് ഇന്ന് വെസ്റ്റേൺ രാജ്യങ്ങളുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് അമേരിക്കയുടെ ഗുണം എന്ന് വെച്ചാൽ എന്തിനും ബ്രാൻഡ് ചെയ്യാൻ അറിയാം അവർക്ക്. സോ നമ്മളിവിടെ ശ്വാസം, ഈ പറയുന്ന പ്രാണായാമമൊക്കെ എത്രയോ വർഷങ്ങളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. പക്ഷേ ഇന്ന് ബ്രെത്ത് വർക്ക് എന്ന് പറയുന്നത് $multi-billion ഇൻഡസ്ട്രിയാണ്. അതിനെ ബ്രെത്ത് വർക്ക് എന്നുള്ള രീതി ബ്രാൻഡ് ചെയ്തപ്പോഴാണ് അതുണ്ടായത്. അതേപോലെ തന്നെ ബയോ ഹാക്കിംഗ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഞാനതിനെ ഡീപ്പർ ലെവലിൽ മനസ്സിലാക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദ തിങ്സ് നമ്മുടെ ഈസ്റ്റേൺ വെൽനസ് വിസ്ഡമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ഗ്രൗണ്ടിങ് എർത്തിങ് എന്ന് കേട്ടിട്ടില്ലേ? ഉണ്ട്. ഇത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ ചെരുപ്പിടാതെ മണ്ണിക്കൂടെയല്ല നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ദൈർഘ്യമായിട്ട് ദീർഘകാലം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട് പലർക്കും. നൗ ഇന്നത് ഗ്രൗണ്ടിങ് എർത്തിങ് എന്നുള്ള രീതിയിൽ പഠിപ്പിക്കേണ്ടി വരുന്നു. കാരണം ആൾക്കാർക്ക് അറിയില്ല. കാരണം ഇന്ന് ലാസ്റ്റ് എപ്പോഴാണ് നിങ്ങളുടെ ദേഹം മണ്ണിൽ തൊട്ടത് എന്ന് ചോദിച്ചാൽ ആലോചിക്കേണ്ടി വരും. ബെയർഫുട്ടിൽ ഇന്ന് ആരും തന്നെ, പ്രത്യേകിച്ച് പിന്നെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ ഹിന്ദുസ് ഒക്കെ ആണെങ്കിൽ അന്നേരം ഒന്ന് നടക്കും. അല്ലാത്ത പക്ഷം ആരാണ്? മിക്ക അമ്പലങ്ങളിലും ടൈൽസ് ഇട്ടു ഇപ്പോ. അതുകൊണ്ടാവും അവിടെ മണ്ണൊന്നുമില്ല. അപ്പൊ അത് ഈവൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം നമ്മുടെ ശരീരത്തിൽ 50 ട്രില്യൺ കോശങ്ങൾ, ഈ ഓരോ കോശങ്ങളും ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, ഭൂമി എന്ന് പറയുന്ന ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുമായിട്ട് കണക്ട് ചെയ്ത് നമ്മുടെ ഇരിക്കുന്ന എല്ലാ ഇലക്ട്രോണിക് എക്യുപ്മെന്റും നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നമ്മുടെ ശരീരത്തിന് അവർ എർത്ത് ചെയ്യാതിരിക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഞാനിത് ചില ആൾക്കാരോട് അവർ പറഞ്ഞ റെസ്പോൺസ്, ഈ ന്യൂറോപ്പതി എന്ന് പറഞ്ഞ കണ്ടീഷനുണ്ട്. അതായത് പിൻസ് ആൻഡ് നീഡിൽസ് എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് കൈയും കാലും തരിക്കുക. പ്രായമായി കഴിയുമ്പോൾ ഒത്തിരി ആൾക്കാർ പറയാറുള്ളതാണ്, കൈക്കും കാലിനും ഒരു തരിപ്പ് വരിക, നംനെസ് പോലെയൊക്കെ. ജസ്റ്റ് ഈ പ്രോസസ്സിൽ കൂടെ തന്നെ പല ആൾക്കാർക്കും റിലീഫ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു ഒറ്റ കാര്യം ചെയ്യുന്നതിലൂടെ. അതിൽ വെറുതെ ഒരു 10-15 മിനിറ്റ് എല്ലാ ദിവസവും മണ്ണിലൂടെ നടക്കുക, അല്ലെങ്കിൽ ലോൺ ഉണ്ടെങ്കിൽ അതിൽ കൂടെ നടക്കുക. ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്യാവുന്നുള്ളൂ. ഇപ്പം ഞാനിത് പറയുമ്പോൾ ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ പറയാറുണ്ട്, അതെങ്ങനെ ഇവിടെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഞാൻ പറയും, നിങ്ങൾ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ പോകുന്ന സമയത്തെങ്കിലും അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് പോകുന്നിടത്ത് എവിടെയെങ്കിലും പുല്ല് കാണുമല്ലോ, അതിനകത്തൊരു 10 മിനിറ്റ് നടക്കുക. ചില മറ്റുള്ളവർ വിചാരിക്കും നിങ്ങൾക്ക് ഭ്രാന്താണ്, നിങ്ങൾക്ക് എല്ലായിടത്തുള്ളൂ നിങ്ങൾ എന്താ എന്നുള്ളത്. സോ ബേസിക് കാര്യങ്ങളാണ്. ഇപ്പോൾ ഫെർമെൻറ്റഡ് ഫുഡ്, നമ്മൾ ഇഡ്ഡലി ദോശയൊക്കെ എല്ലാ ദിവസവും കഴിക്കുന്നതല്ലേ. സോ ഫെർമെൻറ്റഡ് ഫുഡ് ഈസ് കൺസിഡർഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് ഹെൽത്തിയസ്റ്റ് ഫുഡ് ഇൻ ദ വേൾഡ്. അപ്പോൾ ഇതുപോലുള്ള ബ്രെത്ത് വർക്ക്, ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നതും നമുക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇത് പ്രാക്ടീസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹെൽത്ത് സ്പാൻ കൂടുന്ന കാണാൻ പറ്റും. ഞാൻ പറയുന്ന അഡ്വാൻസ്ഡ് ജെനറ്റിക്സും IoTയും AI ഒക്കെ അവിടെ ഇരിക്കട്ടെ. ഇപ്പോ ഹാപ്പിനെസ് ഈസ് എ ചോയ്സ് ആണല്ലോ നമ്മൾ പറയും.
പക്ഷേ നമ്മൾ പറയും എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് പറ്റുന്നില്ല, എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് കൂടുതലും. അപ്പോൾ അവിടെ മേ ബി നമ്മൾ സ്വയം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ അതിന് വല്ല മാർഗം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുന്നത് തെറ്റില്ലല്ലോ. കാരണം സാധാരണയിൽ നമ്മൾ പറയും സൈക്കോളജി ഡിസൈഡ്സ് യുവർ ഫിസിയോളജി എന്ന് പറയും. സൈക്കോസൊമാറ്റിക് സൈക്കോളജി നമ്മുടെ മനസ്സിൽ വരുന്ന അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്ന ഒരു ഒട്ടും കോൺഫിഡന്റ് ഇല്ലാത്ത ഞാനാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. എന്റെ ബോഡി കുറച്ച് പുറത്ത് മുമ്പോട്ട് ലീൻ ചെയ്തായിരിക്കും. സെൽഫ് ഇമേജ് കുറഞ്ഞ ആൾക്കാർ, കോൺഫിഡൻസ് കുറഞ്ഞ ആൾക്കാർ നടക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവർ നടന്നു പോകും. ഇതേപോലെ തന്നെ ഇതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് യുവർ ഫിസിയോളജി ക്യാൻ ചേഞ്ച് യുവർ സൈക്കോളജി. എന്ന് പറഞ്ഞാൽ നിങ്ങൾ മേ ബി നിങ്ങൾ ഡൗൺ ആയിരിക്കാം, പക്ഷേ നമ്മളത് ഷോക്കേസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫിസിയോളജി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്തെങ്കിൽ നിങ്ങളുടെ സൈക്കോളജി നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഗ്യാരണ്ടീഡ് ആണ്. ഞാൻ അല്ലാതൊന്നും പറഞ്ഞു, ഞാൻ ഇഷ്ടംപോലെ എക്സ്പെരിമെന്റുകൾ ചെയ്തിട്ടുള്ളതാണ്. നിരവധി ആൾക്കാർ ആ എക്സ്പെരിമെന്റിലൂടെ കടന്നു പോയിട്ടുള്ളതാണ്. ദേ ഓൾ എക്സ്പീരിയൻസ് ഇറ്റ്. യു ക്യാൻ ഈവൻ ഫേക്ക് ഹാപ്പിനെസ്. കാരണം ബ്രെയിൻ്റെ വർക്ക് ചെയ്യുന്നത് തന്നെ ഫേക്ക് ഇറ്റ് ടിൽ യു മേക്ക് ഇറ്റ് എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് ചിലർക്ക് ഇഷ്ടമല്ല ഞാൻ പറയുന്നത് കേൾക്കുമ്പോൾ. കാരണം അത് ഒരു മാനിപ്പുലേഷൻ അല്ലേ എന്നൊക്കെ തോന്നാം. പക്ഷേ അൾട്ടിമേറ്റ്ലി വാട്ട് യു വാണ്ട് അതനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ ദീസ് ആർ ഓൾ ചോയ്സസ്, നമ്മൾ എടുക്കുന്ന ഡിസിഷൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് ഏത് എക്സ്റ്റെൻറ്റിലേക്ക് പോകണം. സോ ഐ വാണ്ടഡ് ടു റിയലി ലിവ് ലോങ്കർ. ഒരു 100 വർഷം വരെ ഒരു അസുഖമില്ലാതെ ഈ അസുഖങ്ങളെയൊക്കെ ചെറുത്ത് നിർത്തിക്കൊണ്ട് തന്നെ ജീവിക്കണം. എനിക്ക് ഈ നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ 5 കിലോമീറ്റർ ഓടിയിട്ട് വന്ന് 100ാമത്തെ ബർത്ത്ഡേ പേരക്കുട്ടികളുടെ, അതെ, അങ്ങനെ വരുമ്പോൾ യു വിൽ ഹാവ് ടു ഗോ വൺ മോർ സ്റ്റെപ്പ് അഹെഡ്. ഇന്നത്തെ ആധുനികമായിട്ടുള്ള ശാസ്ത്രത്തെയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പോകുമ്പോൾ അത് സാധിക്കും. ഓക്കെ. അപ്പോൾ നമ്മുടെ ബിഹൈൻഡ് ദ ബ്രാൻഡിൽ വി റൂട്ട്സ് ഈ ഒരു വെൽനെസ് അതിനായിട്ട് നമ്മളെ എങ്ങനെ ഹെൽപ്പ് ചെയ്യും എന്നാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോണത്. എങ്ങനെ ചേട്ടാ ഇപ്പോൾ പറഞ്ഞ പോലെ പറ്റും എന്ന് ചേട്ടൻ ഇപ്പോഴും വളരെ കോൺഫിഡൻ്റ് ആയിട്ട് പറയണു. പക്ഷേ നമ്മളിത് എപ്പോഴാണ് നമ്മൾ ഈ വെൽനെസ്സിനെ കുറിച്ചും നമ്മളിപ്പം അറിഞ്ഞു മനസ്സിലാക്കി, പക്ഷെ വെൻ ടു സ്റ്റാർട്ട്, അതോ അതിനൊരു ഏജ് ഉണ്ടാവില്ല, നമ്മൾ എപ്പോഴാണ് ഇതിനെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അതോ ഒരു കുട്ടിയിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു പ്രോസസ്, ഈ ഒരു വെൽനെസിന്റെ ഒരു നല്ലതാണ് തീർച്ചയായിട്ടും. ഏറ്റവും യങ് സ്റ്റേജിൽ നമുക്ക് മനസ്സിലായി ഒരു ഗുണം ഇപ്പം വന്നിട്ടുള്ള ഞാൻ കണ്ട ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്, ഞങ്ങൾ ദുബായിൽ ഒരു ബയോ ഹാക്ക് ഇവന്റ് കണ്ടക്ട് ചെയ്തു. അപ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇപ്പോഴത്തെ റൈറ്റ് നൗ ദി ജെൻസീസ്, അറിയാമായിരിക്കും, ജെൻസീസിന്റെ ആൽക്കഹോൾ കൺസംഷൻ ഇസ് 80% ലോവർ ദാൻ ദ മില്ലിനിയൽസ്. 80% ലോവർ. സോ ദേ ഡോണ്ട് ബിലീവ് ഇൻ ആൽക്കഹോൾ. അപ്പോൾ ജെൻസീസിന്റെ പാർട്ടി എന്ന് പറയുന്നതൊക്കെ ഡിഫറെന്റ് പാർട്ടിയാണ്. അവരുടെ കോഫി പാർട്ടി, കോഫി റേവ് കേട്ടിട്ടില്ലേ? കോഫി റേവ്, ദിസ് ഈസ് എ ട്രെൻഡ്. അപ്പം ദർ ഈസ് എ ട്രെൻഡ് ടുവേർഡ്സ് ഹെൽത്ത്. അത് ഡെഫിനറ്റ് ആണ്. ഒരു വശത്ത് ഡ്രഗ് അബ്യൂസ് ഒക്കെ നടക്കുന്നുണ്ടാവാം, പക്ഷേ ദർസ് എ ഹ്യൂജ് ട്രെൻഡ് വിച്ച് ഈസ് ഹാപ്പനിങ്. അത് ആരും കാണുന്നില്ല, എല്ലാവരും നെഗറ്റീവ് സൈഡ് ആണല്ലോ കൂടുതലും കാണുന്നത്. ഈ ജെൻസീസിൽ ആക്ച്വലി ഐ ഹാവ് സീൻ ദേ ആർ റിയലി ഹെൽത്ത് കോൺഷ്യസ്. അപ്പം നല്ലൊരു കാര്യമാണ്. കാരണം ഇന്ത്യയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇന്ത്യയുടെ ആവറേജ് ഏജ് എന്ന് പറഞ്ഞാൽ 30 വയസ്സിന് താഴെ നിൽക്കുകയാണ്, നമ്മുടെ ശരാശരി പ്രായം. അവർ ആ ലെവലിലേക്ക് ചിന്തിക്കാൻ തുടങ്ങി. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ്. എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതം, നമ്മുടെ ജീവൻ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ളതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. അവിടെ നിന്നാണ് നമുക്ക് എന്തും മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ ഇപ്പോൾ ഹാക്ക് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ കൺട്രോൾ ഏറ്റെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ റൈറ്റ് നൗ ഐ തിങ്ക് ദ ഫസ്റ്റ് ആൻഡ് ദ ഫോർമോസ്റ്റ് തിങ്, നമ്മുടെ ഒരു പ്രോസസ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ യുവർ ഒറിജിനൽ കോഡ്. ഒറിജിനൽ കോഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തെ അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ ജീവിതക്രമങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന 2 കോഡുണ്ട് പ്രധാനപ്പെട്ടത്. ഒരു കോഡ് ജനറ്റിക് കോഡ്, മറ്റൊന്ന് മെറ്റബോളിക്. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം ഇന്നിപ്പോൾ കഴിച്ച ഭക്ഷണം എങ്ങനെ നിങ്ങളുടെ ബോഡി വിനിയോഗിക്കുന്നു എന്നൊക്കെയുള്ളതാണ് മെറ്റബോളിസം. ജനറ്റിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒറിജിനൽ കോഡ് എന്താണ്, ഹാർഡ്വെയർ. അതായത് ഒരു മനുഷ്യൻ അവന്റെ ജീവൻ തുടങ്ങുന്നത് ഒരു സെല്ലിൽ നിന്നാണ്, സൈഗോട്ട് എന്ന് പറയും. ഒരു സ്പേമും ഒരു എഗ്ഗും കൂടെ ജോയിൻ ചെയ്യുന്നു, ഒരു സെൽ ഫോം ചെയ്യുന്നു, അതിനൊരു ന്യൂക്ലിയസ് ഉണ്ടാവുന്നു. ആ ന്യൂക്ലിയസിനകത്ത് 23 ക്രോമസോം മാതാവിന്റെയും 23 ക്രോമസോം പിതാവിന്റെയും ജോയിൻ ചെയ്യുന്നു. ആ ക്രോമസോം എന്ന് പറയുന്നത്, അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സെല്ല്. രമ്യ തുടങ്ങിയത് അവിടെ നിന്നാണ്. ഇന്ന് കാണുന്ന 50 ട്രില്യൺ കോശങ്ങൾ അതിന്റെ കോപ്പി മാത്രമാണ്, പുറത്ത് നമ്മൾ കടമെടുത്തതല്ല. ഇതെല്ലാം അത് കോപ്പി ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതാണ്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ കണ്ണിലുള്ള ഒരു സെല്ലും നിങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു സെല്ലും സെയിം ആണ്. ഫങ്ഷൻസ് വ്യത്യാസം ഉണ്ടാവാം. ആ ഫങ്ഷൻസ് ഡിസൈഡ് ചെയ്യുന്നത് ആ സെല്ലുകൾക്കകത്തുള്ള ജീനുകളാണ്. ഇപ്പൊ ജീൻ എന്ന് പറഞ്ഞാൽ ഈ ക്രോമസോമിനകത്ത് ഡി എൻ എ നോക്കിയാൽ ഡി എൻ എ കംപ്രൈസ്ഡ് ഓഫ് ജീൻസ്. ജീൻസ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ലാംഗ്വേജ് പറഞ്ഞാൽ ഇൻഫർമേഷൻ.
നിങ്ങളുടെ സ്കിൻ എങ്ങനെ ഉണ്ടാവണം, ഹെയറിൻ്റെ ടെക്സ്ചർ എങ്ങനെ ഉണ്ടാവണം, നമ്മളുടെ ഹൈറ്റ് എത്ര ഉണ്ടാവണം, Yeah. ഇതെല്ലാം കോഡഡ് ആണ്. യെസ്, ഇതെല്ലാം നമുക്ക് ജനറ്റിക്കലി ജനറ്റിക്കലി കിട്ടുന്നതുമാണ്. കിട്ടുന്നതാണ്. യെസ്. ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്ന ഹൗജിനുമായി കിട്ടുന്ന കുറെ സാധനം നമ്മളുടെ പൂർവികർ ഉണ്ടാക്കി വെച്ച കുറെ അസുഖങ്ങളും ഉണ്ടാവും. ഓ യെസ്. അതിനെ ജീൻ വേരിയൻസ് എന്ന് പറയാം. കുറച്ച് വേരിയേഷൻസ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻ പോലെ വരുന്നതാണ്. ജീനിലുണ്ടാവുന്ന എറർ അതും ഇങ്ങോട്ട് കിട്ടും, നമുക്ക് കിട്ടും. ഇത് കിട്ടിയത് കൊണ്ട് നമുക്ക് അസുഖം വരണമൊന്നുമില്ല. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസിനുള്ള ജീൻ ഉണ്ട്. അത് ഞാൻ ജനിച്ച പോലെ എൻ്റെ കൂടെ ഉണ്ട്. അത് ഉള്ളത് കൊണ്ട് എനിക്ക് അത് അസുഖമുള്ള ആളെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ മറ്റുള്ള ആൾക്കാരുമായിട്ട് കമ്പയർ ചെയ്താൽ എനിക്ക് ചാൻസ് കൂടുതലാണ്. ഓക്കെ, നൗ എൻ്റെ ഉള്ളിൽ കൊറോണറി ആർട്ടറി ഡിസീസിന്റെ ജീൻ ഉണ്ട്. കാരണം എൻ്റെ അച്ഛൻ മരിച്ച ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ മരിച്ചത് അങ്ങനെയാണ്. സോ ഐ എം ക്യാരിയിങ് ദാറ്റ് ജീൻ. അത് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടെന്ന് മനസ്സിലായി. ടെസ്റ്റ് ചെയ്തില്ലെങ്കിലും എനിക്കറിയാം. നൗ ദ ഓൺലി തിങ് ഐ എം ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് അബൌട്ട് ഈസ് എന്നാണ് ഇത് ഉണരുക. ഇത് അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം. എന്ത് ഫാക്ടർ ഇതിനെ ഉണർത്തും, എക്സ്പ്രസ് ചെയ്യാന്നാണ് അവരുടെ ഭാഷയിൽ, ജീനിന്റെ ഭാഷ പറയാം. സോ ജീൻ എക്സ്പ്രഷൻസ് എന്ന് പറയാം. ഡിസീസസ് ആർ ജീൻ എക്സ്പ്രഷൻസ് പറയും. അപ്പൊ ഈ എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഇതിനെ ട്രിഗർ ചെയ്യണം. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞാൽ അതിന് ജീൻസ് ആർ ലോഡഡ് ഗൺസ് എന്നാ പറയാ. ഒരു ലോഡഡ് ഗൺ എടുത്ത് മേശപ്പുറത്ത് വെച്ചോണ്ടൊരു കുഴപ്പമില്ലല്ലോ, എടുത്ത് ട്രിഗർ ചെയ്താലേ കുഴപ്പമുള്ളൂ. ഈ ട്രിഗർ എന്താന്നുള്ള ഐഡന്റിഫൈ ചെയ്യാം. ഇതാണ് ഇതിന്റെ ക്രിട്ടിക്കൽ ഫാക്ടർ. ഇപ്പൊ ഞങ്ങൾ വി റൂട്ട്സ് തുടങ്ങിയ സമയത്ത് വി റൂട്ട്സിലേക്ക് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഒരു ജേർണിയിൽ വെൽനസ് 2000 മുതൽ ഞാൻ വെൽനസ്സുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു. മറ്റു പല മേഖലകളിലും പ്രവർത്തിച്ചെങ്കിൽ പോലും എൻ്റെ ഒരു കോർ ലൈനായിട്ട് വെൽനസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹ്യൂമൻ പെർഫോമൻസ്. ഇപ്പം അതുകൊണ്ടാണ് റൈസപ്പ് ഒക്കെ പോലുള്ള വലിയ കൺവെൻഷൻസ് കണ്ടക്ട് ചെയ്യാനുള്ള കാരണം. ഹ്യൂമൻ പെർഫോമൻസിനെ എങ്ങനെ എൻഹാൻസ് ചെയ്യാം. അതിൽ ആദ്യമൊക്കെ കുറേ ആൾ ഞാൻ വിചാരിച്ചു മോട്ടിവേഷൻ കൊണ്ട് പറ്റുമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഇല്ല, അത് കുറച്ചുകൂടെ ബ്രെയിൻ ഫംഗ്ഷൻസും കൂടെ മനസ്സിലാക്കി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്ത് കൊടുത്താൽ പറ്റുമെന്ന് മനസ്സിലായി. പിന്നീട് മനസ്സിലായി ബ്രെയിൻ ഫംഗ്ഷൻ നടക്കണമെങ്കിൽ നമ്മുടെ ബോഡി ഫംഗ്ഷൻ ചെയ്യണം. കാരണം നമ്മൾ പറയില്ല, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇപ്പം കോമൺ ആണ്. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോഴത്തേക്കും സെറട്ടോണിൻ ഒക്കെ എല്ലാവർക്കും അറിയാം. സെറട്ടോണിൻ, ഡോപ്പമിൻ ഒക്കെ എല്ലാവർക്കും അറിയാം. നൗ ഈ സെറട്ടോണിൻ ആണ് ഹാപ്പിനെസ് കെമിക്കൽ എന്ന് പറയുന്നു. ബ്രെയിനിലാണ് അത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ സെറട്ടോണിന്റെ 90% പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗട്ടിലാണെന്നാണ് സയൻസ് പറയുന്നത്. അപ്പോൾ ബ്രെയിനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇവിടെ കൂടെ പിടിക്കണം. അപ്പോൾ എൻ്റയർ ബോഡിയെ നമുക്ക് മനസ്സിലാക്കിയേ പറ്റുള്ളൂ. ഒരാളുടെ പെർഫോമൻസിനെ കൺസിസ്റ്റന്റ് ആയിട്ട് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണമെങ്കിൽ. അങ്ങനെയാണ് ഇതിലേക്ക് ഡീപ്പർ ലെവലിലേക്ക് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒരാളുടെ എനിക്ക് എൻ്റെ ആരോഗ്യം, എൻ്റെ ബയോളജി പൂർണ്ണമായിട്ടും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഐ ഷുഡ് നോ മൈ ജനറ്റിക് പ്രൊഫൈൽ, ഐ ഷുഡ് നോ ഹൗ മൈ ബോഡി ഈസ് ഫങ്ഷനിങ് നൗ. അങ്ങനെയാണ് നമ്മൾ വി റൂട്ട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ജനറ്റിക് ടെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആദ്യം മനസ്സിലായ ജനറ്റിക് ടെസ്റ്റിംഗിൽ നിങ്ങൾക്ക് കിട്ടുന്നത് റിസ്ക് ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ ഞങ്ങൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ളതിൽ ഏറ്റവും കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ജനറ്റിക് ടെസ്റ്റിംഗ് 275 ഹെൽത്ത് കണ്ടീഷൻസ് നമുക്കറിയാൻ പറ്റും. അതായത് ഓരോ ഡിസീസുകൾ, ഫാറ്റി ലിവർ, മറ്റത് മറിച്ച് ഇങ്ങനെയുള്ള എല്ലാ അസുഖങ്ങൾക്കുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. അതുമായിട്ട് ബന്ധപ്പെട്ട ജീൻ നിങ്ങളുണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റും. അത് മാത്രമല്ല ചില ന്യൂട്രിയൻസ് നമ്മൾ എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നത്, ഫാറ്റിനെ മെറ്റബിളൈസ് ചെയ്യുക, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീനിന്റെ ഫംഗ്ഷനിങ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ചില ആൾക്കാർ ഒബീസ് ആയിട്ടും പല മെത്തേഡ് നോക്കിയിട്ട് അവർക്ക് മാറ്റാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇത്തരത്തിലുള്ള ചില ജീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവാം, നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം. പക്ഷെ ഇതിൽ പലപ്പോഴും നമുക്ക് ഒരു റിസ്ക് ഫാക്ടർ അറിഞ്ഞുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. നമുക്ക് അറിയേണ്ടത് ഇതിനെ ട്രിഗർ ചെയ്യാൻ പോകുന്നത് എന്താണോ. അതിലാണ് ഞങ്ങൾ സ്പെഷ്യലൈസ് ചെയ്തത്. പിന്നീട് കുറച്ച് നാള് ഒരു 1-2 വർഷം നമ്മുടെ മെഡിക്കൽ ടീമും ജനറ്റിക് ടീമും ഒക്കെ ഒരുമിച്ചിരുന്ന് വർക്ക് ചെയ്തിട്ട് വി സ്റ്റാർട്ടഡ് ഐഡന്റിഫൈങ് കോറിലേറ്റിംഗ് ഡേറ്റ. അപ്പൊ ഞാനിപ്പോ രമ്യ ഒരു ജനറ്റിക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഡേറ്റ, അത് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാനായിട്ട് 2 ml സലൈവ മതി, ബ്ലഡ് പോലും വേണ്ട. കാരണം ഒരു സെല്ല് കിട്ടിയാൽ മതി. ഒറ്റ സെല്ലിനാണല്ലോ, ഒരു സെല്ലിനാണല്ലോ അതിന്റെ ഡ്യൂപ്ലിക്കേഷൻ. അപ്പൊ അതിൽ നിന്ന് നമ്മൾ DNA ഡീകോഡ് ചെയ്തു, ജനറ്റിക് പ്രൊഫൈൽ എടുത്തു. ദെൻ വി ആസ്ക് യു ടു ഡു എ മെറ്റബോളിക് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് ഹെൽത്ത് കണ്ടീഷൻ ഒരു ക്വസ്റ്റ്യർ വെച്ചിട്ട് അസസ് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട്. എന്നിട്ട് ഇത് തമ്മിൽ ഈ ഡേറ്റ തമ്മിൽ കോറിലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ ജനറ്റിക് കണ്ടീഷൻ ഉണ്ട്, ഓക്കെ, ഇത് ഈ ഒരു ജീൻ വേരിയന്റ് ഉണ്ട്, അതിനെ ട്രിഗർ ചെയ്യാൻ സാധ്യതയുള്ള എന്ത് ഫാക്ടറാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്നുള്ള അറിയാൻ പറ്റും. ടു എ ഗ്രേറ്റർ എക്സ്റ്റെന്റ് വിത്ത് അബ്സല്യൂട്ട് പ്രിസിഷൻ എന്ന് പറയാം. കാരണം അതുമായി ബന്ധപ്പെട്ട് പബ്ലിഷ് ഡേറ്റ ഒക്കെ ഞങ്ങൾ സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആ ട്രിഗറിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല, ഈ അസുഖത്തെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. യെസ് ഓർ നോ? സിമ്പിൾ. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സാമ്പിൾ പറയാം. എനിക്ക് കൊറോണറി ആർട്ടറി ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട ഹൈ റിസ്ക് ഉള്ള ഒരു ജീനുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രിഗറാണ് എനിക്ക് അറിയേണ്ടത്. സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുള്ളത്
ഈ കൊറോണറി ആർട്ടറി ഡിസീസ് വരാൻ സാധ്യതയുള്ള ആൾക്കാരിലൊക്കെ ഹോമോസിസ്റ്റീൻ എന്ന് പറയുന്ന നമ്മുടെ ബോഡി തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു അമിനോ ആസിഡിന്റെ ലെവൽ കൂടുമ്പോഴാണ് ഇതിലേക്ക് ഇത് ട്രിഗർ ചെയ്യാറുള്ളത്. ഓക്കെ. ഞാൻ നോക്കുമ്പോൾ എൻ്റെ റിപ്പോർട്ടിൽ എനിക്ക് അതിനുള്ള സാധ്യതയുണ്ട്. ദാറ്റ് മീൻസ് എലിവേറ്റഡ് ലെവൽസ് ഓഫ് ഹോമോസിസ്റ്റീൻ ഉണ്ട്. ഓക്കെ. അപ്പോൾ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്താണ്? എവറി 3 to 4 months ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് ഹോമോസിസ്റ്റീൻ ലെവൽ കൺട്രോളിലാക്കി വെക്കുക. യെസ്. ഇപ്പോൾ ഒരു 10 മുകളിലേക്ക് ഹോമോസിസ്റ്റീൻ ലെവൽ കയറിയിട്ടുണ്ടെങ്കിൽ യു ഷുഡ് ബി കെയർഫുൾ. Yeah, കാരണം risk മറ്റൊരു ആണ്. ഓൺ ആവാനുള്ള സാധ്യതയുണ്ട്. Yeah. അപ്പോൾ ഇനി അടുത്ത ചോദ്യം, ഈ ഹോമോസിസ്റ്റിന്റെ ജീനെ ഓൺ ആക്കുന്നത് എന്താണെന്നുള്ളത്. അതിന് അതെ. കണക്റ്റഡ് ആയിട്ട് വേറെ ഉണ്ടാവും. ഇതൊരു ആ. പാത്വേ പോലെയാണ്. ആ. അപ്പൊ അവിടെ നമ്മുടെ ശരീരത്തിലെ ജീനുകളിൽ ഏറ്റവും നീളം കൂടിയ ജീൻ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, MTHFR എന്നാണ് അതിന്റെ പേര്. ഉം. ഇതിനാണ് ഏറ്റവും കൂടുതൽ മ്യൂട്ടേഷൻ വരാൻ സാധ്യതയുള്ളത്. കൂടുതൽ ആൾക്കാർക്കും പ്രശ്നമുള്ളതാണ്. ഇപ്പം എൻ്റെ ഉള്ളിലെ പ്രശ്നമുണ്ട്. അത് സ്പെസിഫിക് ആയിട്ട് ചില റീസൺ ഉണ്ടാവും. എൻ്റെ കേസിൽ വന്നിരിക്കുന്ന B9 എന്നുള്ള വൈറ്റമിൻ, ഉം. അതിന്റെ കോൺസെൻട്രേഷൻ ജനറ്റിക്കലി എനിക്ക് കുറവാണെന്ന് വെച്ചാൽ അത് ഓ, ഫുഡിൽ നിന്ന് അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണ്. കുറവാണ്. അപ്പൊ ഏതെങ്കിലും സമയത്ത് ഇതുവരെയുള്ള എൻ്റെ ഭക്ഷണക്രമത്തിൽ പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പോകുന്നു. ഇമാജിൻ ഞാൻ വേറെ രാജ്യത്തേക്ക് പോവാണ്, മനസ്സിലായി. മേ ബി അവിടെ ഭക്ഷണക്രമം ഒന്ന് മാറുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ B9 ഡ്രോപ്പ് ആവുന്നത്. Yeah. അപ്പോൾ ഹോമോസിസ്റ്റീൻ കൂടും, പണി അടി കിട്ടും. കിട്ടും. അതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടൊരു മെഡിക്കൽ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. തേർഡ് ഓർ ഫോർത്ത് ലാർജസ്റ്റ് കോസ് ഓഫ് ഡെത്ത് ഈസ് ചേഞ്ച് ഇൻ സിപ്പ് കോഡ്. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാവാം ഒരാളുടെ മരണകാരണം എന്ന് പറയുന്നത്. കാരണം ഈ ട്രിഗറാണ്. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഹോമോസിസ്റ്റീൻ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ, ഇതൊരു 10-12 അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഈ ഫോളേറ്റിൻ്റെ ലെവലിനെ കൂട്ടും ഞാൻ. ഫോളേറ്റ് എന്ന് പറയും, B9 എന്ന് പറഞ്ഞാൽ മിഥൈൽ ഫോളേറ്റ് എന്നാണ് അതിന് പറയുക. അപ്പോൾ അത് സപ്ലിമെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ അത് സപ്ലിമെൻ്റ് ഒരു 2 ആഴ്ച കഴിച്ചിട്ട് നമ്മൾ പോയിട്ട് വീണ്ടും ഹോമോസിസ്റ്റീൻ നോക്കി കൺട്രോൾ. അപ്പോൾ അതാണ് ഹാക്ക് എന്ന് പറയുന്നത് ബേസിക് ആയിട്ട്. മനസ്സിലായി. ഇതേപോലെ നമുക്ക് ഓരോ ഡിസീസ് കണ്ടീഷൻസിനെ ഇതേപോലെ നമുക്ക് ട്രിഗർ ഐഡന്റിഫൈ ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. വെരി ഇൻട്രസ്റ്റിംഗ്, റിയലി ഇൻട്രസ്റ്റിംഗ്. യു ആർ എക്സ്പ്ലെയിനിങ് ഇറ്റ് ഓൾസോ ലൈക്ക് ഭയങ്കര നമുക്കിങ്ങനെ കേട്ടിരിക്കാൻ തോന്നുന്നു. ഈ ഞങ്ങൾ കേരളത്തിൽ നിന്ന് ഞങ്ങളിപ്പോൾ 10-15,000 കൂടുതൽ കേസസ് നമ്മൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് കുറേ ആൾക്കാർ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളൊരു നമ്മൾ ഒത്തിരി ഞങ്ങൾക്ക് റിസർച്ച് ടീമുണ്ട്. അപ്പോൾ റാൻഡം സാമ്പിൾ ചെയ്തു. ഞങ്ങൾ കുറച്ച് പേരുടെ സാമ്പിൾ എടുത്ത് നോക്കി. അപ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി വി ഫൗണ്ട് 87-85% പീപ്പിൾ കേരളത്തിലുള്ള ആൾക്കാരിൽ ടൈപ്പ് 2 ഡയബറ്റീസിനുള്ള ജീൻ വേരിയന്റ് ഉണ്ട്. അതെല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഡയബറ്റീസ്. പക്ഷെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമ്മൾ കണ്ടൊരു ഒബ്സർവേഷൻ, ഈ ടൈപ്പ് 2 ഡയബറ്റീസിന് ഹൈ റിസ്ക് ഉള്ള ആൾക്കാരിൽ 92% ആൾക്കാരിലും ജനറ്റിക്കലി മഗ്നീഷ്യം ഡിപ്രൈവ്ഡ് ആണ്. എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യത്തിനെ അവർക്ക് അബ്സോർബ് ചെയ്യാം. മഗ്നീഷ്യം എന്ന് പറയുമ്പോൾ നമ്മളുടെ മിനറൽസിൽ ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വേണ്ട മിനറലാണ്. അതിനെ അബ്സോർപ്ഷൻ ജനറ്റിക്കലി അവർക്ക് കുറവാണ്. എന്ന് പറയുമ്പോൾ ഭക്ഷണത്തിൽ കൂടെ മാത്രമുള്ള മഗ്നീഷ്യം കൊണ്ട് മതിയാവുന്നില്ലായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. സോ ദാറ്റ്സ് എ ഗ്രേറ്റ് ഒബ്സർവേഷൻ. ഞങ്ങൾ ആക്ച്വലി മഗ്നീഷ്യം സപ്ലിമെന്റേഷൻ ചെയ്ത പല ആൾക്കാരുടെയും കേസ് നോക്കുകയാണെങ്കിൽ ടൈപ്പ് 2 ഡയബറ്റീസിന് ഹൈ റിസ്ക് ഉള്ള ആൾക്കാർക്ക് അവർക്ക് ഉണ്ടാവുന്നില്ല. അത് 1. 2, ഈവൻ ടൈപ്പ് 2 ഡയബറ്റീസ് വന്ന ആൾക്കാരിൽ മഗ്നീഷ്യം സപ്ലിമെന്റേഷൻ കൊണ്ട് അവരുടെ ഇൻസുലിൻ ഇൻടേക്ക് കുറയ്ക്കാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ മഗ്നീഷ്യം കോൺട്രിബ്യൂട്ട്സ് എ ബിഗ് തിങ്. നമ്മൾ കേരളത്തിൽ എനിക്കൊന്ന് ഒരു വലിയ ഒരു സംഭവമായിരിക്കും. ഞങ്ങളത് ആക്ച്വലി ആ ഒരു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട ഗവർണർക്കൊക്കെ സബ്മിറ്റ് ചെയ്തു. പ്രത്യേകിച്ച് അതിന് പിന്നീട് എന്തുണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയായിരുന്നു, ഇതുപോലെ നമുക്ക് ട്രിഗേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ ബേസ്ഡ് ഓൺ ദാറ്റ് നിങ്ങളുടേതായിട്ടുള്ള ഇപ്പൊ ഒരു കീറ്റോ ഡയറ്റ്, പാലിയോ ഡയറ്റ് എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒരു രമ്യ ഡയറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ, പേഴ്സണലൈസ് ചെയ്യാം. വാട്ട് വർക്ക്സ് ഫോർ യു, വാട്ട് ഡസന്റ് വർക്ക് ഫോർ യു. വൺ മാൻസ് ഫുഡ് ക്യാൻ ബി അനദർ മാൻസ് പോയിസൺ എന്ന് പണ്ട് പറയാം. അത് തന്നെയാണ് ഇത്. അതേപോലെ ഫിറ്റ്നസ്സും. എന്തുകൊണ്ടാണ് ആൾക്കാർ ജിമ്മിൽ പോയിട്ട് കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്ന് പറയുന്നത്? പുനീത് രാജ്കുമാറിനെ പോലുള്ള ആൾക്കാർ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, ന്യൂട്രിയൻസ് കഴിക്കാത്തതുകൊണ്ടല്ല. ബട്ട് സ്റ്റിൽ വൈ ഇറ്റ്സ് ഹാപ്പനിങ്? പലരും പല റീസൺസ് പറഞ്ഞു. ചിലർ വാക്സിനേഷനെ പഴിചാരുന്നവരുണ്ട്. നോബഡി നോസ് എക്സാക്ട്ലി വാട്ട് ഇറ്റ് ഈസ്. ഇപ്പം യങ്സ്റ്റേഴ്സിന്റെ ഇടയിലും ഈ പറയുന്ന നമ്മളിപ്പോൾ ഒരുപാട് ന്യൂസ് കേൾക്കുന്നത് ജിമ്മിൽ നിന്നും വെയിറ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ കാർഡിയക് അറസ്റ്റ് വന്നവർ മരിക്കുന്നു. എൻ്റെ വീടിന് തൊട്ടടുത്ത് കഴിഞ്ഞ ദിവസം ഒരു അങ്കിൾ ഭയങ്കര ഹെൽത്തിയാണ്, ഭയങ്കര ഫിറ്റ്നസ് ഒക്കെ നോക്കുന്ന ഒരാളാണ്. അദ്ദേഹം രാവിലെ നടക്കാനായിട്ട് പോകും. അന്ന് അദ്ദേഹം നടന്നിട്ട് വന്നു കഴിഞ്ഞ ഉടനെയാണ് അദ്ദേഹത്തിന് കാർഡിയക് അറസ്റ്റ് വന്ന് മരിക്കുന്നത്. അപ്പം എൻ്റെ മുന്നിൽ അവിടെ നാട്ടുകാരൊക്കെ പറയാണ്, ഇതിലൊന്നും ഒരു കാര്യമില്ല, നീ ഹെൽത്തൊക്കെ വലിയ നോക്കിയിട്ട് കണ്ട. ഇപ്പം നമ്മൾ കാണുന്നില്ലേ, ഇപ്പം നമ്മൾ പറഞ്ഞ സെലിബ്രിറ്റീസിൻ്റെ കാര്യമാണെങ്കിലും ബാക്കിയൊക്കെ ആണെങ്കിലും ഹെൽത്ത് നോക്കുന്ന ആൾക്കാർക്കും പണി കിട്ടുന്ന കണ്ടോ എന്ന് അവരവിടെ. അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യവുമില്ല, ഇതൊന്നും നോക്കണ്ട, ഇഷ്ടത്തിന് അങ്ങ് ജീവിക്കുക, ഇങ്ങനെ അങ്ങ് കൺക്ലൂഡ് ചെയ്യുന്ന ഒരു കൂട്ടം. ഒരു പരിധി വരെ ഞാനത് അഗ്രി ചെയ്യുന്ന ആളാണ്. ഞാൻ പറയട്ടെ, ഈ ഹെൽത്ത് നോക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നം. അല്ല, അത് നോക്കുമ്പോൾ പ്രോപ്പർ ആയിട്ട് നോക്കണം, നോക്കരുത്.
അതായത് ഈ ജിമ്മിൽ പോകുന്നു, ആ. ജിമ്മിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന പണിയാണോ അവിടെ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ആരാ നിങ്ങളോട് പറഞ്ഞ് ചെയ്യാൻ പറ്റുമെന്ന്. ഉം. കാരണം ജിമ്മിൽ ചെന്ന് കഴിഞ്ഞാൽ ട്രെയിനർ പറയുന്നു, ട്രെയിനർക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങൾ ട്രെയിനർ പറയുന്നു. ഇപ്പൊ ട്രെയിനറോട് ഞാനൊരു ഒബ്ജക്റ്റീവ് പറയാണ്, ഉം. എനിക്ക് കുറച്ചുകൂടി എൻ്റെ ബൈസെപ്സും മൊത്തത്തിലൊന്ന് മസിലൊന്ന് ബിൽഡ് ചെയ്യണം. ഉം. സോ അവൻ അതിന് പറ്റുന്ന ഒരു ട്രെയിനിങ് മൊഡ്യൂൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യും. മേ ആ. ബി ബോഡി മാസ് ഇൻഡെക്സും ഒക്കെ ഒന്ന് മെഷർ ചെയ്യും. ഉം. ബട്ട് ഹൂ ഈസ് ടെലിംഗ് യു ദാറ്റ് ഫിറ്റ്സ് യു? കാരണം ആ. ഞങ്ങൾ കാണുന്ന റിസൾട്ട്സ് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. കേട്ട് കഴിഞ്ഞാൽ എന്നെ ഫിറ്റ്നസ് ഈ ജിമ്മുകാർ ഓടിച്ചിട്ട് തല്ലും. പക്ഷേ പറയാതിരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ പറയാം, സഡൻ കാർഡിയാക് ഡെത്ത് ഇപ്പൊ കോമൺ ആയതുകൊണ്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ള സ്റ്റഡീസ്, നമ്മുടെ സോളിഡ് എവിഡൻസ് വെച്ചാൽ പറയുന്നത് കേട്ടോ, ചുമ്മാ ഓക്കെ. ഒന്നുമല്ല പറയുന്നത്. ആ. 500 കേസ് ഞങ്ങൾ എടുത്തു. അതായത് സഡൻ കാർഡിയാക് ഡെത്തിന് ഹൈ റിസ്ക് ഉള്ള, ഉം. ജനറ്റിക്കലി ഹൈ റിസ്ക് ഉള്ള 500 കേസ്, ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ മെയിൽ ആൻഡ് ഫീമെയിൽ. അല്ലേ? ഉം. മെയിൽ ആൻഡ് ഫീമെയിൽ. ഉം. കോമൺ ആയിട്ട് ഇതിൽ കണ്ടിട്ടുള്ള ഫാക്ടർ എന്ന് പറയുന്നത്, ഇവരിൽ 74-75% ആൾക്കാരിലും അവർക്കൊരു ജനറ്റിക് കണ്ടീഷൻ ഉണ്ട്. പ്രൊലോങ്ഡ് ക്യൂറ്റി എന്നാണ് പറയുന്നത്. പ്രൊലോങ്ഡ് ക്യൂറ്റി എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ. ഈ ക്യൂറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹാർട്ട് ബീറ്റിന് ഇടയ്ക്കുള്ള ഒരു ഇലക്ട്രിക്കൽ ഹാ. കറണ്ട് ഉണ്ടല്ലോ, അത് അതുമായിട്ട് കണക്റ്റഡ് ആണിത്. അതായത് ക്യൂറ്റി, നമ്മുടെ രണ്ടുപേരുടെയും ക്യൂറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അതെ. ഗ്രാഫിൽ നോക്കിയാൽ ക്യൂറ്റി എന്ന് കാണില്ല, പി ആ. ക്യൂറ്റിന്ന്, അത് തമ്മിലുള്ള ഗ്യാപ്പാണ്. ഈ പ്രൊലോങ്ഡ് ക്യൂറ്റി എന്ന് പറയുന്ന ആൾക്കാർ, ഉം. അല്ലെങ്കിൽ ആ കണ്ടീഷനുള്ള ആൾക്കാർ, ഉം. പ്രശ്നമൊന്നുമില്ല, അത് ആർക്കും പ്രശ്നം ഉണ്ടാക്കുന്ന സാധനമല്ല. പക്ഷേ അത് ട്രിഗേർഡ് ആകുന്ന കേസിലായിരിക്കാം ഓ. പിന്നീട് നമ്മൾ മെഡിക്കൽ ജേർണലുകൾ നോക്കുമ്പോൾ ഇത് തമ്മിലുള്ള കണക്ഷൻ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഓ. അപ്പോൾ 500 കേസ് സഡൻ കാർഡിയാക് ഡെത്ത് ഹൈ റിസ്ക് ഉള്ള ആൾക്കാരിൽ 70-73% ആൾക്കാരിൽ പ്രൊലോങ് ക്യൂറ്റി ജീൻ ഉണ്ട്. ഉം. നൗ പ്രൊലോങ് ക്യൂറ്റി ജീൻ ആക്ടിവേറ്റഡ് ആയാൽ സഡൻ കാർഡിയാക് ഡെത്ത് ഉണ്ടാവുന്നുള്ള മെഡിക്കൽ റിപ്പോർട്ട്സ് ഉണ്ട്. ഉം. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ എന്താ, ഈ പ്രൊലോങ് ക്യൂറ്റി ജീൻ എങ്ങനെ എക്സ്പ്രസ്ഡ് ആവുന്നുള്ളതാണ്. അതാണ് നമുക്ക് അറിയേണ്ടത്. അതെ. അതാണ് ട്രിഗർ. അതെ. ഹൈ ഇന്റൻസിറ്റി ഇന്റർവൽ ട്രെയിനിങ്, ലോങ് എൻഡ്യൂറൻസ് എക്സസൈസസ് ലൈക്ക് മാരത്തൺ. ഉം. ഓക്കെ, ഉം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതുണ്ടെങ്കിൽ Yeah, ഇത് ട്രിഗർ trigger ആവാം. ചെയ്യും. ഇല്ല, ആരും ചേരുന്നല്ല പറയുന്നത്. മനസ്സിലായി. Now you should know when you are getting into a marathon whether what is your genetic profile, is it supporting you or not. ഇനി ഇത് അങ്ങനെ ഉണ്ടായതുകൊണ്ട് പ്രശ്നമുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യം. Now നമ്മൾ കാണുന്ന കേസ് നോക്കുമ്പോൾ വേറൊരു ഇൻട്രസ്റ്റിംഗ് കോറിലേഷൻ കൂടി ഇതിനകത്തുണ്ട്. ഈ പ്രൊലോങ് ക്യൂറ്റി ജീൻ ഉള്ള ആൾക്കാരിൽ 90% കേസിലും മഗ്നീഷ്യം ഡെഫിഷ്യൻസിയാണ്. എന്ന് വെച്ചാൽ അവർക്ക് ജനറ്റിക്കലി മഗ്നീഷ്യം ഡിപ്രൈവ്ഡ് ആണ്. മേ ബി അപ്പോൾ സംഭവിക്കുന്നത്, അവർ മഗ്നീഷ്യം ഡിപ്രൈവ്ഡ് ആയിട്ടുള്ള കണ്ടീഷനിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്നു, അവരുടെ പ്രൊലോങ് ക്യൂറ്റി ജീൻ ആക്ടിവേറ്റഡ് ആവുന്നു, ദാറ്റ് ലീഡ്സ് ടു സഡൻ കാർഡിയാക് ഡെത്ത്. ഇതായിരിക്കാം സംഭവിക്കുന്നത്. സോ വൈ ഡോണ്ട് യു ഡു ഇറ്റ്? ലൈക്ക് നമ്മളുടെ ഒരു ആക്ച്വൽ കേസ്, നമ്മൾ സൂറത്തിലുള്ള ഒരു ഏകദേശം ഒരു 10,000 crores വർത്തുള്ള ഒരു മനുഷ്യൻ, ഡയമണ്ട് മെർച്ചന്റ് ആണ്. അപ്പോൾ ആള് നമ്മുടെ ഈ പ്രോഗ്രാം എപ്ലിമോ എന്നാണ് നമ്മുടെ ഈ പ്രോഗ്രാം പറയുക, എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാമിനകത്ത് വന്നു കഴിഞ്ഞിട്ട് ആളുടെ ജനറ്റിക് റിപ്പോർട്ടൊക്കെ വന്ന ശേഷം നമ്മളൊരു കൗൺസിലിംഗ് കൊടുക്കും, നമ്മുടെ ജനറ്റിക് കൗൺസിലേഴ്സ്. അപ്പോൾ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് ആളിനോട് പറഞ്ഞു, സർ, ആസ് പെർ യുവർ ജനറ്റിക് പ്രൊഫൈൽ യു ഷുഡ് നോട്ട് എൻഗേജ് ഇൻ ടു ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ആക്ടിവിറ്റിയിൽ ഒന്ന് ഇൻവോൾവ് ചെയ്ത് അതിനകത്ത് മാരത്തൺ ചെയ്യരുതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ചിരിച്ചിട്ട് പറഞ്ഞു, അപ്പം നിങ്ങളുടെ റിപ്പോർട്ടിൽ എനിക്ക് വിശ്വാസമൊന്നുമില്ല, ഞാൻ മാരത്തൺ ഓടാൻ തുടങ്ങിയിട്ട് 1-2 വർഷമായി, എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അതാണ് ഇത് പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഇതാണ് പറയുന്നത്, ഇനി വെച്ച് യു ബി കെയർഫുൾ. 2023 ഡൽഹി മാരത്തണിൽ അൺഫോർച്യുനേറ്റ്ലി ഈ കൊളാപ്സ്ഡ്. എന്നിട്ട് ആൾ ICUവിലായിരുന്ന സമയത്ത് രക്ഷപ്പെട്ടു. ICUവിലായിരുന്ന സമയത്ത് ആൾ അവിടുത്തെ കാർഡിയോളജിസ്റ്റിനോട് ചോദിച്ചു ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആൾ US പഠിച്ച ആളോ മറ്റായിരുന്നു, ആൾക്ക് ഇതിനെക്കുറിച്ച് കുറച്ചറിയായിരുന്നു. ആൾ പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരാൾ, ഇത്രയും നെറ്റ്വർക്കൊക്കെ ഉള്ള ഒരാൾ ഇതുപോലെ മാരത്തൺ പോലുള്ള പരിപാടിക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ട, ഇതൊക്കെ നിങ്ങൾക്ക് പറ്റുന്നതാണോ, എങ്ങനെ ചെക്ക് ചെയ്യുമെന്ന് ചോദിച്ചു. നിങ്ങളുടെ ജനറ്റിക് പ്രൊഫൈൽ നോക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആളെടുത്ത് മൊബൈൽ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ 4 തെറി പറഞ്ഞു, ഇത് വെച്ചിട്ടാണോ നിങ്ങൾ ഓടിയത്, യു ഷുഡ് ആസ്ക് ദം, ഇത് നിങ്ങൾക്ക് ഓടണം നിർബന്ധം ഉണ്ടെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ആൾ തിരിച്ച് നമ്മുടെ ജനറ്റിക് കൗൺസിലേഴ്സിനെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്കിനി ഓടിയേ പറ്റുള്ളൂ, 2 സ്റ്റെൻറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത് കേട്ടോ, അപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും. സോ വി ഡിസ്കസ്, ഞങ്ങളുടെ ജനറ്റിക്കിൻ്റെ ഹെഡൊക്കെ ഉണ്ട്, അപ്പോൾ അവരൊക്കെ ഡിസ്കസ് ചെയ്തപ്പോൾ ആക്ച്വലി ഹി ഓൾസോ ഹാസ് ദ സെയിം പ്രോബ്ലം ഓഫ് മഗ്നീഷ്യം ഡിപ്രിവേഷൻ. ഇപ്പോൾ ആൾ വീണ്ടും രണ്ടാമത് ഹെവി ആയിട്ടുള്ള കുറച്ച് എക്സസൈസ് എൻഡ്യൂറൻസ് ലോങ് എൻഡ്യൂറൻസ് ചെയ്തു തുടങ്ങി. ബട്ട് ഹി ടേക്സ് IV മഗ്നീഷ്യം, അതൊരു ഡോക്ടറിന്റെ സൂപ്പർവിഷനിൽ മഗ്നീഷ്യം IV ചെയ്തിട്ട് ആൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ചില ആൾക്കാർ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ലൈഫ് ഒത്തിരി ബ്ലോക്ക് ആവും, ലൈഫിൽ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കേണ്ടി വരില്ല, പ്രിക്കോഷൻസ് നമുക്ക് എടുത്ത് ചെയ്യാലോ. സോ ഇതേപോലെയാണ് ഞാനിത് പറയാൻ കാര്യം വെച്ചാൽ മെനി പീപ്പിൾ, ഇപ്പൊ നേരത്തെ രമ്യ പറഞ്ഞൊരു പോയിന്റ് ആണ്, അതായത് പലരും കളിയാക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടെങ്കിൽ, അവൻ വലിയ ഹെൽത്തിന്റെ പിന്നാലെ പോയിട്ട് ഇപ്പൊ കണ്ടോ എന്ന് പറയുന്ന ആവശ്യമുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ ചില ആൾക്കാർ വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് കീറ്റോ ഡയറ്റ് എടുക്കുന്നുണ്ട്. കീറ്റോ ഡയറ്റ് കൊണ്ട് ഒത്തിരി പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്.
പക്ഷേ ചില ആൾക്കാർക്ക് നെഗറ്റീവ് റിസൾട്ടും ഉണ്ട്. അതെ. ഒരു ബോളിവുഡ് ആക്ട്രസ് തന്നെ അവരുടെ കിഡ്നിയും ഡാമേജ്ഡ് ആയി, അങ്ങനെ വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി, അവർ മരിച്ചും പോയി. മിറ്റ്സി മുഖർജി എന്ന് പറഞ്ഞ ലേഡിയാണ്. നൗ എന്താ ഇതിന്റെ ഇഷ്യൂ എന്ന് വെച്ചാൽ, നമ്മളിവിടെ കാണുന്ന റിപ്പോർട്ട്സ് നോക്കുമ്പോൾ ദർ ആർ മെനി പീപ്പിൾ, ലോട്ട്സ് ഓഫ് പീപ്പിൾ, ഈ ഫാറ്റ് മെറ്റബോളിസത്തിന് ഉത്തരവാദിത്തപ്പെട്ട ജീനുകളുണ്ട്. ഓരോ പണിക്ക് ഉത്തരവാദിത്തപ്പെട്ട ജീനുണ്ടല്ലോ, നമ്മുടെ ഐസൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ജീൻ. ഫാറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് വേണം ബോഡിക്ക് എടുക്കാൻ. അതെ. അതിന്റെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജീൻ ഇമ്പയർഡ് ആണെങ്കിൽ ആ. ആ വ്യക്തി ഹൈ ഫാറ്റ് ഡയറ്റിലേക്ക് കയറിയാൽ ഇറ്റ് ക്യാൻ ഗീവ് നെഗറ്റീവ് റിസൾട്ട്സ്. ഓ. അപ്പം ശരിക്കും ഒരു ഡയറ്റീഷ്യൻ പോലും ഉം. ഫസ്റ്റ് ഷുഡ് ചെക്ക് ഇയാളുടെ ജനറ്റിക് പ്രൊഫൈലും കൂടെ ചെക്ക് ചെയ്തിട്ടാണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഉം. പ്രിസൈസ് ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും വരുന്നത്. അത് എക്സസൈസിലാവാം, ഡയറ്റിലാവാം, അതെ. മെഡിക്കേഷനിലും ആവാം. ഈ ഒരു ജനറ്റിക് ഈ ഒരു ടെസ്റ്റ് ഇതിപ്പോ നമുക്ക് വി റൂട്ട്സിൽ വന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റും അല്ലേ? പീരൂട്ട്സിന്റെ സെന്റർ നമുക്ക് ഇവിടെ ഉണ്ട്, കൊച്ചിയിലുണ്ട്. ആ. അവിടെ വരണമെന്നില്ല. ഇത് നമുക്ക് ഇതാണ്, ഡു ഇറ്റ് യുവർ സെൽഫ് ആണ്. വി സെൻഡ് ദ കിറ്റ്. സലൈവ സാമ്പിൾ അല്ലേ, ഓ. അപ്പൊ ജസ്റ്റ് 2 ml സലൈവ നിങ്ങൾ എടുത്ത് അയച്ചു തന്നാൽ മതി. ബാക്കിയൊക്കെ ലാബിലാണ് ചെയ്യുന്നത്. ഓൺലി ദി ടെസ്റ്റ് പ്രോസസ് ടേക്സ് അബൌട്ട് 4 weeks ടൈം. ഓ. അതിന് ഡീകോഡ് ചെയ്യാനും ഓ. അതിന്റെ റിപ്പോർട്ട് പ്രിപ്പറേഷൻ, റെക്കമെൻഡേഷൻ, കൗൺസിലിംഗ്, അങ്ങനെ ഒരു പ്രോസസ്സാണത്. പിന്നെ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം നമുക്ക് വരും. ഒരു ഓപ്പറേറ്റിംഗ് മാനുവൽ ഫോർ ദ റെസ്റ്റ് ഓഫ് യുവർ ലൈഫ്. യാ. അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ ഈ വി റൂട്ട്സിൽ വന്ന് അവിടെ ഇതുപോലെ ജനറ്റിക് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ കുറവുകളും കാര്യങ്ങളും പ്ലസും എല്ലാം മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ലോഞ്ചിവിറ്റിക്ക് ആയിക്കോട്ടെ, നമ്മുടെ മുന്നോട്ടുള്ള കാര്യങ്ങളിലായിക്കോട്ടെ, പ്രൊഡക്റ്റീവ് സൈഡിലായിക്കോട്ടെ, ഒരു തരത്തിലുള്ള തകരാറും വരില്ലെന്നുള്ള കാര്യം 100% ഷുവർ ആണോ? കയ്യിലിരിപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ ഉണ്ടല്ലോ. അതാ ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ ചെയ്താൽ അതെ, അത് ഡെഫിനറ്റ് ആയിട്ടും ഒരു സംശയം. ഡെഫിനറ്റ് ആയിട്ടും ഒരു കാര്യമുള്ളത്, ഇതൊക്കെ പറയുമ്പോഴും നമ്മളുടെ ഒക്കെ കൺട്രോളിലല്ലാത്ത ചില ഫാക്ടറുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ എല്ലാം മനുഷ്യന്റെ കൺട്രോളിലാണെന്ന് വിശ്വസിച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. മേ ബി അറ്റ്മോസ്ഫിയർ വരുന്ന ഒരു ചേഞ്ച് ആയിരിക്കാം, നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവത്തില്ല. മേ ബി പുതിയൊരു മോൾഡ് നമ്മുടെ വീടിനകത്ത് ഫോം ചെയ്തതായിരിക്കാം. ഇപ്പൊ മോൾഡ് എന്നൊക്കെ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കാറ് തന്നെ ഇല്ല. അതെ. അപ്പം അതൊക്കെ ഉണ്ടാവാം, അങ്ങനെ പല ഫാക്ടർ ഉണ്ടാവും. എങ്കിൽ പോലും വൺസ് നിങ്ങളുടെ ഒരു ജനറ്റിക് പ്രൊഫൈലിംഗ് ചെയ്ത് നിങ്ങളുടെ അതിനനുസരിച്ചുള്ള ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്രോഗ്രാം ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ ഹെൽത്തിനെ പ്രോപ്പറായിട്ട് മോണിറ്റർ ചെയ്യുകയും അതനുസരിച്ചുള്ള ഒരു ജീവിതക്രമം അനുവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെഫിനറ്റ്ലി അവർക്ക് ചേട്ടൻ പറഞ്ഞ പോലെ 100ാമത്തെ ബർത്ത്ഡേ 5 കിലോമീറ്റർ ഓടി വന്നിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഉറപ്പ്, ഗ്യാരണ്ടി. യെസ്. യെസ്. അപ്പൊ മനസ്സിലായല്ലോ വി റൂട്ട്സ് എവിടെയാണ് അതിൽ സ്പെഷ്യലൈസ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളത്. ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നുകയാണ്, കൊള്ളാലോ, സംഭവം കൊള്ളാം, ഇത് ആവശ്യമില്ലാത്ത മരുന്നൊന്നും കഴിച്ചിട്ടല്ല, നമ്മളിൽ തന്നെ ഒരു കുറവുകൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി നമുക്കൊന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ അത്രയും പോസിറ്റീവ് സൈഡ് ഇതിനുണ്ടെങ്കിൽ ദെൻ വൈ നോട്ട് എന്നുള്ളൊരു തോട്ട് വരുമല്ലോ. സോ ഇനി നമ്മൾ വി റൂട്ട്സിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോളോ അപ്സും കാര്യങ്ങളും കൂടെ ഒന്ന് പറഞ്ഞു തരുമോ? എന്താണ്, സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ ചെയ്യേണ്ടത്, സോ വാട്ട് നെക്സ്റ്റ് ആൻഡ് ഹൗ ലോങ് ഈ ഒരു സംഭവമായിട്ട് നമ്മൾ കണക്റ്റഡ് ആവണം, ഒന്ന് മനസ്സിലാക്കി ഇതിന്റെ ലെവലൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ രീതിയിൽ അങ്ങ് പോകാമോ, അതോ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ റുട്ടീൻ ചെക്കപ്പ് എന്നൊക്കെ പറയുന്ന പോലെ ഇടയ്ക്ക് നമ്മൾ വി റൂട്ട്സിൽ വരണോ? എങ്ങനെയാണ് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ്? നമ്മൾ വി റൂട്ട്സിൽ 2-3 ഡിവിഷനാണ് അത്. ഒന്ന് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ എപ്പിലിമോ എന്ന് പറഞ്ഞ എപ്പിജനറ്റിക് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ. അത് ഈവൻ എനിവെയർ ഇൻ ദ വേൾഡ് ക്യാൻ ഡു ഇറ്റ്. ഇപ്പൊ ഇവിടെ വരേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് ഈവൻ കാനഡയിൽ നിന്നും ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ട്. അപ്പൊ അവർക്ക് സാമ്പിൾസ്, നമ്മൾ സാമ്പിൾ കളക്ഷൻ കിറ്റ് അയച്ചു കൊടുക്കും, അവർ സാമ്പിൾ അയച്ചു തരും. പ്രോസസ് ഡൺ. ഓൺലൈനിലാണ് കൗൺസിലിംഗ്, കൺസൾട്ടേഷൻ എല്ലാം. എനിവേർ ഇപ്പൊ നമ്മൾ മലയാളികൾ തന്നെ ദുബായിൽ നിന്ന് ഒക്കെ ഒത്തിരി പേര് നമ്മുടെ പ്രോഗ്രാമിനകത്തുണ്ട്. സോ അവർക്ക് പിന്നെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, കോച്ചിങ്, അതെല്ലാം നമുക്ക് ആൾക്കാരുണ്ട്. അതെല്ലാം ഓൺലൈനാണ്. വി റൂട്ട്സിന്റെ സെന്റർ എന്ന് പറയുമ്പോൾ സെന്ററിൽ വരുന്ന ഒരാളെ സംബന്ധിച്ച് ഇതിനു വേണ്ടി മാത്രം വരുന്നതല്ല, ഇതിനുവേണ്ടി അവിടെ വരേണ്ട ആവശ്യമില്ല. അവിടെ വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവ് സം ഹെൽത്ത് ഇഷ്യൂ. ഒരു കണ്ടീഷൻ അതാണ്. സോ ദേ വാണ്ടഡ് ടു കം ഔട്ട് ഓഫ് ദാറ്റ്. അല്ലെങ്കിൽ ഒന്നുകിൽ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാർഡിയക് കേസൊക്കെ, ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് അവരുടെ ദേ ഫീൽ ലൈക്ക് ദേ ആർ കൈൻഡ് ഓഫ് അവർ ഫെറ്റീഗ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട്, അവർക്കൊന്ന് എൻഹാൻസ് ചെയ്യണം, ഫാറ്റി ലിവർ റിവേഴ്സൽ, അങ്ങനെയുള്ള കേസുകളാണ്. അവിടെ അത് നോർമൽ ആയിട്ടുള്ളൊരു എങ്ങനെയാണോ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിലൊക്കെ റൺ ചെയ്യുന്നത് അതേപോലെ തന്നെയുള്ള പ്രോസസ്സുകളാണ്. വേണ്ടുന്ന ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ പോകാൻ പറ്റും. പിന്നെ നമുക്ക് ഒരു കാറ്റഗറി കൂടി ഉള്ളത് റിയൽ പെർഫോമൻസ് എൻഹാൻസ്മെന്റ് ആണ്. ആർട്ടിസ്റ്റുകൾ, സ്പോർട്സിലുള്ള ആൾക്കാർ, ആൻട്രപ്രന്യൂവേഴ്സ്, യൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ എസ്തെറ്റിക്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളിവിടെ എസ്തെറ്റിക്സ് അല്ല ഫോക്കസ് ചെയ്യുന്നത്, ഇന്റേണൽ വെൽബീയിങ് ആണ് നമ്മൾ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് പല ഫിലിം ഫീൽഡിൽ നിന്നൊക്കെ വളരെ നമ്മളുടെ സൂപ്പർ സ്റ്റാറുകളൊക്കെ ആയിട്ടുള്ള പലരും വരുന്നത്, അവർ ഇപ്പോൾ ഒരു ഹെക്ടിക് ആയിട്ടുള്ള സ്കെഡ്യൂൾ ആയിരിക്കും അവർക്കുള്ളത്. അപ്പോൾ അവർക്കൊന്ന് അതിനകത്ത് ആ എൻറ്റയർ 6 days 7 days അവർക്ക് അതേ എനർജി മെയിൻറ്റെയിൻ ചെയ്യണം.
സോ ദേ കം ദെയർ, അവർക്ക് അവരുടെ ഒരു അസസ്മെൻ്റ് ഒക്കെ ചെയ്ത ശേഷം വി പുട്ട് ദം ഇൻ ടു ഡിഫറെൻറ്റ് പ്രോസസ്സസ്. ഇപ്പം നമ്മൾ കൺട്രോൾ സ്ട്രെസ് പ്രോസസ് എന്നൊക്കെ പറയും, ഹോർമസിസ് എന്നൊക്കെ പറയും. ഇൻഫ്രാറെഡ് സോന, കോൾ പ്ലഞ്ച്, 2 ഡിഗ്രി ഒരു കോൾ പ്ലഞ്ച് ഉണ്ട്, അതിനകത്തോട്ട് ഇറങ്ങുക. ഇപ്പം മൊത്തത്തിൽ അവരുടെ ഒരു ഓവറോൾ സെല്ലുലാർ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യാണ് അതിനകത്തോട് ചെയ്യുക. അതുപോലെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, പൾസ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ നമ്മുടെ സെല്ലുലാർ ലെവൽ ഫങ്ഷൻസിനെ എൻഹാൻസ് ചെയ്യുക. ഇപ്പോൾ അടുത്തിടയ്ക്ക് തന്നെ ഒരു ഫിലിം ഒരു നമ്മളുടെ ഇടയിൽ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു സൂപ്പർ സ്റ്റാർ, അദ്ദേഹം ഇപ്പോൾ ഒരു വലിയൊരു ആക്ഷൻ മൂവി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 3 ഡേയ്സോ 4 ഡേയ്സോ കഴിഞ്ഞിട്ട് ആൾ കുറേ ഡ്രെയിൻഡായി, കാരണം അത്രയും ഇതുകൊണ്ട്. അപ്പോൾ ഈ കെയിം ദെയർ ഫോർ 1 ഡേ, റിജുവനേറ്റഡ്, റിക്കവേർഡ്. അതിൽ നിന്ന് അവർക്ക് തിരിച്ചു പോയിട്ട് അഗെയിൻ അവർക്ക് അവരുടെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും. അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ ഈവൻ പീപ്പിൾ ഹൂ റിയലി വാണ്ടഡ് ടു സ്റ്റേ യങ്, അങ്ങനെ അവരുടെ സ്കിന്നി മാത്രമല്ല ഓവറോൾ യൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ ഇൻക്ലൂഡിങ് നമുക്ക് ഈ ന്യൂട്രീഷണൽ IVs ഒക്കെ ഉണ്ട് പലതരത്തിലുള്ള. ഈ ഗ്ലൂട്ടത്തൈനൊക്കെയാണ് കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്നത്. ഇൻ അഡീഷൻ ദാറ്റ് വേറെ IVs ഉണ്ട്, NAD എന്നൊക്കെ പറയുന്ന IVs ഉണ്ട്. ഇതൊക്കെ നമ്മുടെ യൂത്ത്ഫുൾനെസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അപ്പോൾ അതും നമ്മളവിടെ ചെയ്യുന്ന, അവിടെ നമ്മുടെ സെൻറ്ററിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ബേസിക്കായിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പം ഞാനെപ്പോഴും പറയാറുള്ളത്, പെർഫോമൻസ് എൻഹാൻസ് ചെയ്യണമെങ്കിൽ ആദ്യം വേണ്ടുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അത് റിവേഴ്സ് ചെയ്യണം, അല്ലേ? അത് റിവേഴ്സ് ചെയ്യണം. സോ ഫസ്റ്റ് തിങ് ഈസ് റിവേഴ്സ് ആൻഡ് ദെൻ റിക്കവർ. പിന്നെ നമുക്ക് ത്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മുടെ സെൻറ്ററിൽ ചെയ്യുന്നത്. അതർവൈസ് എപ്ലിമോ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ എനിവെയർ ഇൻ ദ വേൾഡ്, ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും ലോകത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിൽ ചെയ്യാം. നമുക്ക് കോൺടാക്ട് നമ്പർ ഇതിനോടൊപ്പം കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അവർക്ക് കോൺടാക്ട് ചെയ്യാം. പക്ഷേ നേരിട്ട് സെന്ററിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഇതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ചേട്ടൻ പറഞ്ഞ പോലെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഒരു ടോട്ടൽ പാക്കേജ് ഇതുകൊണ്ട് ശരിക്കും നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത്. നമ്മുടെ എന്തൊരു കാര്യത്തിനും പോയി കഴിഞ്ഞാലും ഏതൊരെണ്ണം എടുത്തു കഴിഞ്ഞാലും എല്ലാത്തിനും നമുക്കൊരു 2 സൈഡ്സ് ഉണ്ടാവും. ഇതിൽ എന്നെങ്കിലും നിങ്ങളിപ്പോൾ എത്രയോ ക്ലയൻസിനെ നിങ്ങൾ V-Roots കൺസൾട്ട് ചെയ്തിട്ടുണ്ട്, പോയിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ചെയ്തു പോയതിനകത്തുനിന്ന് ഒരു നെഗറ്റീവ് സൈഡ് എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മളുടെ ചെയ്ത പ്രോസസ്സിൽ നെഗറ്റീവ് സൈഡുകളായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഇംപ്ലിമെൻറ്റേഷനിൽ ഫെയിലിയർ കാണാറുണ്ട്. അതായത് നമ്മൾ ഇതിനകത്തൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം രമ്യ, ഈ ഒരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആ ക്ലയൻറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ വളരെ ഇമ്പോർട്ടൻ്റ്. തീർച്ചയായിട്ടും അതത്ര എളുപ്പമല്ല, വളരെ ഫ്രാങ്ക് ആയിട്ട് ഞാൻ പറയുകയാണെങ്കിൽ. കാരണം വേറൊരു പാറ്റേൺ ഒരു ലൈഫ് സ്റ്റൈൽ പാറ്റേൺ ചേഞ്ച് വരുത്തണമല്ലോ. അപ്പൊ അങ്ങനെ ചില കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് അത് ശ്രമിക്കാത്തതുകൊണ്ടാണോ ശ്രമിച്ചിട്ടാണോ എന്ന് അറിയത്തില്ല, ദേ ആർ നോട്ട് ഏബിൾ ടു എക്സിക്യൂട്ട് ഇറ്റ്. അല്ലാതെ നമുക്ക് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ഒരു പ്രോസസ്സും കൂടെ നമ്മളിതിനകത്ത് കൊണ്ടുവന്നു. വി ഹാവ് സർട്ടിഫൈഡ് കോച്ചസ്. അപ്പോൾ സപ്പോസ് ഒരാൾക്ക് തോന്നുകയാണ് എനിക്ക് ഒരു ഹാൻഡ് ഹോൾഡിങ് വേണം എന്ന് പറഞ്ഞാൽ, വി ഗിവ് എ ഹാൻഡ് ഹോൾഡിങ് ഫോർ 3 months. അപ്പോൾ അവർ നമ്മുടെ ഇവിടുന്ന് കോൾസ് പോകും, മോണിറ്റർ ചെയ്യും, ഈ ചേഞ്ചസ് വരുത്തിയോ, ഇങ്ങനെ ഇതാണോ നിങ്ങളുടെ ഭക്ഷണക്രമം എങ്ങനെയായോ എന്നൊക്കെ ഉള്ളത് അവർ ചോദിക്കുന്നുണ്ടാവും. സോ ജനറലി വി ഗെറ്റ് എക്സ്ട്രീംലി ഗുഡ് റിസൾട്ട്സ്. നമ്മുടെ ഇവിടെ നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ടും ഇന്നിപ്പം ഈ സോഷ്യൽ മീഡിയ ഇതുപോലെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഒരുപാട് ആൾക്കാർ സ്പീച്ച് കൊടുത്തും ഒക്കെ ഇങ്ങനെ എല്ലാവരും ഇന്നിപ്പോൾ ഇത് സംഭവം യൂസ് ചെയ്യുന്നത് കൊണ്ടും ചിലരെങ്ങനെ ഞാൻ എൻ്റെ ലൈഫിൽ ബെറ്റർ ആയി എന്നുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞും ഒക്കെ നമ്മൾ പലതും കാണുമ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട്, നമ്മളൊന്ന് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നർ പ്രോബ്ലംസ് എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനൊരു ഹീലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പെർഫോമൻസ് ബെറ്റർ ആക്കാൻ പറ്റും. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആണല്ലേ, നമുക്ക് ചിലപ്പോൾ ഒരു ഡിപ്രഷൻ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി നമ്മളൊന്ന് കൗൺസിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ സൈക്കാട്രിക് ലെവലിലേക്കൊന്നും പോകേണ്ടി വരും തോന്നുന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള നമ്മുടെ മെൻ്റൽ ഇതിനെ തന്നെ നമ്മളൊന്ന് കൺട്രോൾ ചെയ്യുക, ഒന്നൊരാളുടെ ഹെൽപ്പ് എടുത്ത് നമ്മൾ അതിനെ ഒന്ന് റിഫ്രഷ് ചെയ്ത് റെജുനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പെർഫോമൻസ് ലെവലിൽ നമുക്ക് മാജിക്കൽ വണ്ടേഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഈ V-Rootsലാണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു എന്താ പറയുക, അതും ഇതും തമ്മിൽ അപ്പം ശരിക്കും ഇന്റർ കണക്റ്റഡ് ആണോ ശരിക്കും? ഇൻഫാക്ട് ഈ പോയിന്റ് രമ്യ പറഞ്ഞത് വളരെ കറക്റ്റാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ പറഞ്ഞൊരു കാര്യം, 2008 ബിസിനസ്സിനെ കണ്ടിരുന്ന അല്ലെങ്കിൽ ലോകത്തെ കണ്ടിരുന്ന രീതിയിൽ, അല്ലെങ്കിൽ അങ്ങനെയല്ല ഇന്നത്തെ ഒരു ആൻട്രപ്രന്യൂറോ ഒരു പ്രൊഫഷണലിനെ സംബന്ധിച്ച് അതേ അപ്രോച്ച് ഇന്ന് വർക്ക് ചെയ്യില്ല. ഇപ്പൊ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ സംഭവിച്ചിട്ടുള്ളത് മാസീവ് ആയിട്ടുള്ള ബേൺ ഔട്ട്സ് ആണ്. 2 ദിവസം മുമ്പ് എനിക്ക് ഒരു ചെറുപ്പക്കാരൻ, ഒരു സ്റ്റാർട്ടപ്പ്, 3 year ആയിട്ടുള്ള സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ട് ഹീസ് അണ്ടർഗോയിങ് സൈക്കാട്രിക് ട്രീറ്റ്മെന്റ്. റീസൺ എന്താണ്? ഹി ഡസന്റ് നോ.
എന്തുകൊണ്ടാണ് റീസൺ എന്നറിയില്ല. പുള്ളിക്ക് പറ്റുന്നില്ല, ഉറക്കമില്ല, ടെൻഷൻ കാരണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇത് ഒന്നല്ല, കഴിഞ്ഞൊരു 3 വർഷത്തിനകം ഇത്തരത്തിലുള്ള നിരവധി കേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ടാമതിപ്പം ഞാൻ ഇവിടെ കേരളത്തിൽ പ്രത്യേകിച്ചും കാണുന്ന, കേരളത്തിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലും ഒക്കെ മലയാളി ബിസിനസ്സുകാരുമായിട്ടാണ് നമ്മൾ കൂടുതൽ ഇടപഴകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. ബിസിനസ്സുകാർ മാത്രമല്ല കേട്ടോ, ഇനി ഞാൻ ഈ പറയുന്ന കാര്യം ബിസിനസ്സുകാർ മാത്രമല്ല, പ്രൊഫഷണൽസിലും ആർട്ടിസ്റ്റുകളിലും വരെ കൂടുതൽ കാണുന്ന ഒരു കാര്യമുണ്ട്. അതായത് അവർ അച്ചീവ് ചെയ്തു, ഉം. ദേ ആർ സക്സസ്ഫുൾ, ഉം. അവർക്ക് ബിസിനസ് ഈസ് ത്രൈവിങ്, ഒരു 3-4 കോടിയുടെ വീടൊക്കെ പണിതു, മെർസിഡീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ബട്ട് ദേ ഫീൽ ലോസ്റ്റ്. എന്താണെന്ന് അറിയത്തില്ല, ഒന്നിനും താല്പര്യമില്ല, ഡ്രൈവ് ഇല്ല. അങ്ങനത്തെ ആൾക്കാരും ഉണ്ട് നമ്മുടെ ഇടയിൽ. അത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈവ് ഇല്ല, ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല. എന്നോടൊരു ബിസിനസ്സുകാരൻ പറഞ്ഞു, സർ വീട്ടിൽ കുട്ടികൾ സന്തോഷിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകുന്നത് ഇവർക്ക് എന്ത് ഇത്ര സന്തോഷിക്കാനുള്ളതെന്ന്. എനിക്ക് സ്വന്തം കുട്ടികളെ കുറിച്ച് പറയുന്നുണ്ട്. വീട് പണിതിട്ടിട്ട് കയറി താമസിക്കാൻ തോന്നുന്നില്ല. 4 AM 5 AM ക്ലബിലൊക്കെ ഉണ്ടായിരുന്ന ആള് 8 മണിയായിട്ടും ഉണരുന്നില്ല. അപ്പോൾ ഇതെന്താ പ്രശ്നം? ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഇമ്പോസ്റ്റർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ഡിസീസാണിത്. ഇതൊരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് ഇത് ഒത്തിരി ആൾക്കാരെ ബാധിക്കുന്നുണ്ട്. ഇതെങ്ങനെ വരുന്നു എന്ന് ചോദിച്ചാൽ ഓവർവെംഡ് ആകുക എന്നൊക്കെ പറയത്തില്ല നമ്മൾ, അതൊരു കാരണമാകാം. അതായത് ഇവർക്ക് അൾട്ടിമേറ്റ്ലി ഇവർക്ക് വരുന്നൊരു ഫീലിംഗ് എന്താണെന്നറിയോ? ദേ ഫീൽ ദാറ്റ് ദേ ആർ ഫ്രോഡ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുന്നുണ്ട് ഞാൻ പറയുമ്പോൾ. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ചിന്തിക്കാൻ തുടങ്ങുകയാണ്, എന്തിനാണ് ഞാനീ പറയുന്ന ആൾക്കാർ കേൾക്കുന്നത്? എന്നെക്കാളും നന്നായിട്ട് ഇത് ചെയ്യുന്ന എത്ര ആൾക്കാരുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞ ആൾക്കാരെ പറ്റിക്കുമല്ലേ ചെയ്യുന്നത് എന്ന് സ്വയം ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഇത് ഒരിക്കൽ എൻ്റെ ഇൻസ്റ്റയിൽ ഇതിനെക്കുറിച്ച് ഇട്ടപ്പോൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല രമ്യ, മിനിമം 10 കമൻറ്റ് എനിക്ക് തിരിച്ച് ഡയറക്റ്റ് മെസ്സേജ് വന്നത്, ഐ റിയലി ഡിഡിൻറ്റ് നോ, ഇതാണ് എൻ്റെ പ്രശ്നം എന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ തട്ടിപ്പുകാരനാണ് സ്വയം. എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രോഡക്റ്റ് എന്തിനൊരു വാങ്ങിക്കുന്നത്, അതിനൊക്കെ നല്ല പ്രോഡക്റ്റ് വരെ ഉണ്ടല്ലോ എന്ന് സ്വയം ചിന്തിക്കുകയാണ്. യു ആർ നോട്ട് കൺവിൻസ്ഡ് അബൌട്ട് വാട്ട് യു ആർ ഡൂയിങ്. പ്രൊഫഷനിലുള്ള ആൾക്കാർ, ആർട്ടിസ്റ്റുകൾ, എൻ്റെ ആവശ്യം എന്താണ്? എന്നൊക്കെ നല്ല ആർട്ടിസ്റ്റുകൾ ഉണ്ടല്ലോ. അപ്പം ഒരാൾ പറയുന്ന സെൽഫ് കോൺഫിഡൻസ് കുറഞ്ഞല്ല, അവർ വിജയിച്ചു നിൽക്കുന്ന ആളാണ്. പക്ഷെ അവരെത്തിയ തലമുണ്ടല്ലോ, അവരെത്തിയ തലത്തിന് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സെൽഫ് ഇമേജ് അവർക്കിപ്പോൾ ഇല്ലാതായി. അപ്പം അവിടെ വന്നിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് അത്. നൗ ഇതൊക്കെ വരുന്ന പ്രധാനപ്പെട്ട റീസൺ എന്താണെന്ന് വെച്ചാൽ ഇതും ജനറ്റിക്സുമായിട്ട് എന്ത് ബന്ധം എന്ന് ചോദിച്ചെന്ന് വരാം. പക്ഷെ നമ്മൾ കാണുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോറിലേഷനാണ്. സ്ട്രെസ് റെസിലിയൻസ് എന്ന് പറയുന്ന ഒരു ഫാക്ടറുണ്ട്. അതായത് സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക. സ്ട്രെസ് എന്ന് പറഞ്ഞാൽ എന്തായാലും ലൈഫിലുണ്ടാവും, സ്ട്രെസ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. എന്തൊക്കെ വല്ല ഹിമാലയത്തിൽ പോയി തപസ്സിരിക്കണം, അവിടെ നിന്ന് സ്ട്രെസ്സാന്ന് പറഞ്ഞത്. അപ്പോൾ അല്ലെങ്കിൽ വേറെ മാർഗമൊന്നുമില്ല. സോ അപ്പോൾ നമുക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്ന വി ബിക്കം വെരി റെസിലിയൻറ്റ് ടു സ്ട്രെസ്. സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റണം. കേട്ടിട്ടുണ്ടാവും ചില ആൾക്കാർ പറയുന്നത്, എനിക്ക് പണ്ടിങ്ങനൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ എത്ര സ്ട്രെസ് എടുത്തിരുന്ന ആളെ, ഏത് സ്ട്രെസ് വന്നാലും എനിക്ക് പറ്റുന്നില്ല. അത് ഒരു ജീനുണ്ട് നമ്മുടെ ഉള്ളിൽ. ഈ സ്ട്രെസ് റെസിലിയൻസുമായിട്ട് കണക്റ്റഡ് ഒരു ജീനുണ്ട്. ഈ ജീൻ എക്സ്പ്രസ്ഡ് ആകുക എന്ന് പറഞ്ഞാൽ സ്ട്രെസ് റെസിലിയൻസ് താഴ്ത്തു പോകും. പണ്ടുണ്ടായിരുന്ന അതേ സ്ട്രെസ് നിങ്ങൾക്ക് തന്നാൽ നിങ്ങൾക്ക് അത് ടോളറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഏജ് അല്ല അപ്പോൾ അതിന്റെ ഒരു ഫാക്ടർ. ഈ ജീൻ എക്സ്പ്രസ്ഡ് ആയാൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ല ഏജുമായിട്ടൊരു ബന്ധമൊന്നുമില്ല. ചില ആൾക്കാർ 70-ാമത്തെ വയസ്സിൽ 80-ാമത്തെ വയസ്സിൽ ഏത് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരില്ലേ. അപ്പം ബേസിക് ആയിട്ട് നോക്കിയാൽ ഈ ജീൻ വേരിയൻ്റ് ഉള്ള ആൾക്കാരിൽ നമ്മൾ കണ്ടിട്ടുള്ളത്, ഈ ജീൻ വേരിയൻ്റ് ഓൺ ആയാൽ ഇവർക്ക് സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. ഈ ജീൻ വേരിയൻ്റ് ഉള്ള ആൾക്കാരിൽ ഞങ്ങളുടെ റിപ്പോർട്ടുണ്ട്, 98% ആൾക്കാരിലും ഡിപ്രഷനിലേക്ക് ലീഡ് ചെയ്യാനുള്ള ജീനും ഉണ്ട്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതെല്ലാം ഭയങ്കര സൗണ്ട്സ് വെരി ഇൻട്രസ്റ്റിംഗ്. ഭയങ്കര ഇതായിട്ട് ഇപ്പൊ കേൾക്കുമ്പോൾ എനിക്ക് തന്നെ ഇപ്പൊ തന്നെ വന്നിട്ട് വീറുട്ടിൽ വന്നിട്ട് ചെയ്ത് കളയാൻ തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് കേൾക്കുമ്പോൾ തന്നെ തോന്നുന്നുണ്ട് ഇതൊന്നും അടുക്കാൻ പറ്റുന്ന പോലൊന്നും ആയിരിക്കില്ല. ഇതിന്റെ ഫീയും കാര്യങ്ങളും എന്നൊക്കെ പറയണത് എങ്ങനെയാ, ലാക്സും അങ്ങനെയൊക്കെയാണോ? പറയാൻ പറ്റുമെങ്കിൽ. ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മണ്ണിക്കൂടെ നടക്കാൻ പൈസ കൊടുക്കണ്ട. ഓക്കെ, ബ്രെത്ത് വർക്കിനും പൈസ കൊടുക്കണ്ട, നമുക്ക് ചെയ്യാം. ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് നമ്മൾ ചൂസ് ചെയ്യുന്ന പാത്താണ്. അത് വി വാണ്ടഡ് ടു ഗോ ഏത് എക്സ്റ്റെൻഡ് പോകണം എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പം നമ്മളുടെ കേസിൽ ഇപ്പോഴത്തെ ഒരു മഗ്നീഷ്യം സപ്ലിമെന്റ് വാങ്ങിച്ച് കഴിക്കുക. ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഉറക്കത്തിന് ബുദ്ധിമുട്ടുണ്ട്, മഗ്നീഷ്യം സപ്ലിമെന്റ് വാങ്ങിച്ച് കഴിക്കുക. വേണമെങ്കിൽ ആരെങ്കിലും കൺസൾട്ട് ചെയ്തിട്ട് കഴിക്കുക. മാക്സിമം വരാവുന്ന ഒരു മാസത്തേക്ക് ഒരു 700 രൂപ 750 രൂപയായിരിക്കും. അത്രയൊക്കെ ഉള്ളത്, ഒന്നും വലിയ എക്സ്പെൻസീവ് ഒന്നും അല്ല. അതിനൊക്കെ എത്രയോ പൈസ നമ്മുടെ പോയിക്കൊണ്ടിരിക്കും. നൗ എപ്ലിമോ പോലുള്ളൊരു പ്രോഗ്രാം, അതായത് നമ്മുടെ ജീൻ പ്രൊഫൈൽ ഡീകോഡ് ചെയ്തിട്ട് അത് വൺസ് ഇൻ എ ലൈഫ് ടൈം പ്രോസസ് ആവും. ഒരു പ്രാവശ്യം മാത്രം ചെയ്യേണ്ടതാണ്. ദാറ്റ് യു ഹാവ് ടു കൺസിഡർ ഇറ്റ് ആസ് എ ഇൻവെസ്റ്റ്മെന്റ്. അതൊരു എക്സ്പെൻസ് ആയിട്ട് കൂട്ടേണ്ട ആവശ്യമേ ഇല്ല.
നമ്മൾ നോർമലി പോയിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റ് ഇന്ന് ചെയ്തു വന്നാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്ലഡ് ന്റെ പല ഫാക്ടേഴ്സ് ബ്ലഡ് മാർക്കേഴ്സ് ടെസ്റ്റ് ചെയ്താൽ തന്നെ ഒരു 15,000 10-15,000 ഒക്കെ എന്തായാലും വരുന്നുണ്ട്. വരുന്നുണ്ട്. ഉം. ഇത് നമ്മളുടെ എപ്ലിമോ പ്രോഗ്രാമിന് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 35,400 ആണ്. ഉം. ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറയാൻ കാര്യം ഒരു പ്രാവശ്യം ചെയ്താൽ പ്രാവശ്യം മതി, ഇതിൽ നിന്നുള്ള റിസൾട്ട് നമുക്ക് ലൈഫ് ലോങ് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇതിനകത്ത് നമുക്ക് ഞാൻ ഈ നേരത്തെ പറഞ്ഞ സൂപ്പർ ആപ്പ് ഉൾപ്പെടെ എല്ലാം നമുക്ക് കിട്ടുന്നുണ്ട്. ഉം. റെക്കമെൻഡേഷൻ കിട്ടുന്നുണ്ട്, നമുക്ക് കൗൺസിലിംഗ് കിട്ടുന്നുണ്ട്. ഇതൊരു പാക്കേജാണ്. ഓക്കെ. അതിനാണ് വരുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് 35,400. ഇപ്പം അത് ചില ആൾക്കാർ കൂടുതലായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാനപ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാറുള്ളത്, ഉം. നിങ്ങൾക്ക് ഒരു ലൈഫ് സ്റ്റൈൽ ഉം. ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്നാൽ ഉം. എത്ര എത്ര കോസ്റ്റ് ആവും? വരാം, ഉം. അത് മാത്രം ആലോചിച്ചാൽ മതി. അപ്പോൾ Yeah. അങ്ങനെ മാത്രം ചിന്തിക്കേണ്ട ആവശ്യമുള്ളൂ. ഇറ്റ്സ് വൺ ടൈം വൺ ടൈം ഇൻവെസ്റ്റ്മെന്റ്. ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓക്കെ. അതോടെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളിലാണ് അറിയാൻ പറ്റുന്നത്, എന്തൊക്കെ കാര്യത്തിലാണ് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് സൂപ്പർ ഫ്രഷ് ആയിട്ട് നമുക്ക് ഈ ഇൻവെസ്റ്റ്മെന്റ് വർത്താൻ തോന്നില്ലേ? യെസ് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ് മാഫിയ എന്ന് പറയണത് വിച്ച് ഈസ് ദെയർ ഇൻ നമ്മുടെ ഹെൽത്ത് സെക്ടറിലും. ഡോക്ടേഴ്സ് ഇന്നിപ്പോൾ നമ്മളെ എല്ലാവരെയും ഒരു അസുഖത്തിലേക്ക് അങ്ങ് കോർണർ ചെയ്യപ്പെടുകയാണ്. നീ ഒരു പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു എല്ലാത്തിനും ടാബ്ലറ്റ് കൊടുത്ത് ആ ഒരു സിസ്റ്റം, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടെങ്കിലേ ഇവർക്കും ഇവിടെ സർവൈവ് ചെയ്യാൻ പറ്റുമുള്ളൂ. ഇറ്റ്സ് ഓൾ എല്ലാ രീതിയിലും കണക്റ്റഡ് ആണ്. നമ്മൾ ചെറിയ അസുഖത്തിന് ചെന്ന് കഴിഞ്ഞാലും ചില ഡോക്ടേഴ്സ് നമുക്ക് ഒരുപാട് മരുന്നുകൾ തരും. എന്നാൽ വളരെ ചുരുക്കം ഡോക്ടേഴ്സേ ഉള്ളൂ ഇതിനൊന്നും ഇപ്പം മരുന്ന് കഴിക്കേണ്ട, സാരമില്ല, ഒന്നുള്ള രീതിയിൽ ഒന്ന് വിട്ടുപിടിക്കുക എന്നുള്ള രീതിയിൽ വളരെ ചുരുക്കമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ ഇവര് കൺട്രോൾ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു വേൾഡിൽ ചേട്ടന് തോന്നുന്നുണ്ട് ഈ ഫങ്ഷണൽ മെഡിസിൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ സംഭവത്തിന് അവിടെ എത്ര നാൾ അതിന് ലൈഫ് സ്പാൻ ഉണ്ടാവുമോ, സ്പേസ് ഉണ്ടാവുമോ? നല്ല ചോദ്യമാണ്. വേണമെങ്കിൽ ഇതിനെ ഏത് ലെവലിലേക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാവുന്ന ഒരു ചോദ്യമാണ്, ഏത് ഡയറക്ഷനിലേക്കും പോകാവുന്ന ഒരു ചോദ്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ വ്യൂ ആണ് പറയുന്നത് കേട്ടോ. ഞാൻ അതിൻ്റെ എല്ലാ സൈഡിൽ നിന്നും കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, ഡോക്ടേഴ്സ് ഇപ്പം മരുന്ന് എഴുതിയില്ലെങ്കിൽ, മരുന്ന് എഴുതാതിരിക്കുന്ന കാര്യമാണ്, മരുന്ന് എഴുതിയില്ലെങ്കിൽ തിരിച്ച് രമ്യക്ക് പോയിട്ട് ബുദ്ധിമുട്ട് കൂടിയാൽ ചിലപ്പോൾ രമ്യ കൊടുക്കാൻ പോകുന്ന ഡോക്ടർക്കെതിരെ കേസായിരിക്കും. അതാണ് ഈ കാലം. ഇപ്പോൾ ഇവിടുത്തെ ഒരു പ്രശ്നം, നമ്മളൊരു ഒരു കൈൻഡ് ഓഫ് ഡോക്ടേഴ്സിനെ ശരിക്കും ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾ പല ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചാൽ ഒരു ഡിഫെൻസീവ് പ്രോട്ടോക്കോളാണ് പല ഡോക്ടേഴ്സും ഇപ്പോൾ എടുക്കുന്നത് തന്നെ. കാരണം പേടിച്ചിട്ടാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മളൊക്കെ പറയും ലാബിൽ ഇവർക്ക് കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടായിരിക്കും അതും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഒരു പേഷ്യൻ്റ് അവിടെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നു. ആ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ ചെന്ന ശേഷം അയാളുടെ ഡോക്ടർ നല്ല ഡോക്ടറാണ്. അപ്പോൾ ആൾ വിചാരിക്കുകയാണ് ഇയാളെ കൊണ്ട് കൂടുതലൊന്നും ചിലവാക്കിക്കണ്ട, MRI ഒന്നും വേണ്ട, എനിക്ക് എൻ്റെ ഒരു അറിവ് വെച്ച് ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്ന് വെച്ച് വിട്ടു. തലവേദന ഉണ്ടാവുള്ളൂ ആൾക്ക്. ഓക്കെ, പക്ഷേ പ്രശ്നം ഗുരുതരമായ പ്രശ്നമായിരുന്നിരിക്കാം. ആള് തിരിച്ചുപോയി, ആൾക്ക് സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതേ ആള് പോയിട്ട് കൊടുക്കാൻ പോകുന്ന കേസ്, എന്തുകൊണ്ട് നിങ്ങൾ വേണ്ടുന്ന ടെസ്റ്റുകൾ ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെ നമുക്ക് പണ്ടത്തെ പോലെ അല്ലല്ലോ. ഇന്ന് കൺസ്യൂമർ അവെയർ ആണ്. കൺസ്യൂമർ ഭയങ്കര പവർഫുൾ ആയതോടുകൂടി അതിനനുസരിച്ച് ഞാൻ കാണുന്നത് മെഡിക്കൽ ഫ്രട്ടേണിറ്റി ഡിഫെൻസീവ് ആയിട്ടുണ്ട്. ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ ദേ ആർ ഭയങ്കര കോഷനിൽ അവരിപ്പോൾ ചെയ്യുന്നത്. പണ്ടൊരു നമുക്ക് ഡോക്ടറോടൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചൊന്നും നോക്കത്തില്ല. ഇന്ന് അപ്പം തന്നെ ഗൂഗിളും കൂടെ എടുത്ത് വെച്ച് നോക്കും. അതെ, ഗൂഗിളാണ് നമ്മുടെ വലിയ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തന്നാലും ചില ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ഗൂഗിളിൽ അത് നോക്കി ഗൂഗിൾ പറഞ്ഞാൽ മാത്രം നമുക്ക്, ഞാൻ പറയുമ്പോൾ അടച്ച് നമുക്ക് പറയാൻ പറ്റില്ല. വാട്ട് ദേ ആർ ഡൂയിങ് ഈസ് റോങ്. ഓഫ് കോഴ്സ് അവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് ഇതിനകത്തൊരു ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് മെയിൻലി ഫാർമ ഇൻഡസ്ട്രിയാണ്. ഇറ്റ്സ് എ ഹ്യൂജ് ഇൻഡസ്ട്രി. ഏത് രാജ്യത്തിന്റെയും എക്കോണമിയുടെ മേജർ കോൺട്രിബ്യൂട്ടർ, GDP കോൺട്രിബ്യൂട്ടർ എന്ന് പറയുന്നത് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ്. അതിനകത്ത് ഫാർമ ഇൻഡസ്ട്രിയാണ് മേജർ കോൺട്രിബ്യൂട്ടർ. ആൻഡ് ദേ ആർ വേൾഡ് വൈഡ്, ഇന്ത്യ മാത്രമൊന്നുമല്ല, വേൾഡ് വൈഡ് ദ മോസ്റ്റ് പവർ ലൈസ് വിത്ത് ദ ഫാർമ. അവരെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങൾ നിലനിൽക്കേണ്ട ആവശ്യമാണ്. ഓക്കെ, അപ്പൊ അതിന് പറ്റുന്ന നടപടികൾ അവർ സ്വീകരിക്കും. അത് ചിലപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടാവാം, പക്ഷെ അതിനെ അവെയറായിട്ട് വേണ്ട രീതിയിൽ നിർത്തേണ്ടിടത്ത് നിർത്താൻ പറ്റുന്ന, കാരണം ആ ഇൻഡസ്ട്രി ഇല്ലാതാക്കാൻ നമുക്ക് മരുന്ന് വേണമല്ലോ. അപ്പോൾ അവരെ നിർത്തേണ്ടിടത്ത് നിർത്താൻ പറ്റുന്ന ഡോക്ടർമാരുണ്ട്. അങ്ങനെ ഇഷ്ടംപോലെ ഡോക്ടർമാരെ എനിക്കറിയാം. അത് അവരുടെ ഭാഗത്ത് അവരിലേക്ക് ചാഞ്ച് പോയിട്ടുള്ള ഡോക്ടർമാരെ എനിക്കറിയാം. അപ്പം നമുക്കതിനെ ഒരുമിച്ച് എല്ലാത്തിനെയും ഒരു തലത്തിൽ നമുക്ക് കാണാൻ പറ്റില്ല.
അപ്പോൾ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായാൽ ഞാൻ എങ്ങനെ ഒരു വിശ്വസിച്ചൊരു ഹോസ്പിറ്റലിലേക്ക് പോകും? പോ ഇതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ അതെ. വിഷയം. അവിടെ നമ്മൾ നമ്മുടെ ജഡ്ജ്മെന്റ് ഉപയോഗിക്കുക, നല്ല റെഫറൻസുകൾ ഉപയോഗിക്കുക. ഉം. നമുക്കറിയാവുന്ന പരസ്യമൊന്നും കണ്ടിട്ട് പോയിരുന്നു. ഹോസ്പിറ്റലുകളും പരസ്യം ചെയ്യുന്ന കാലമാണല്ലോ. ഡോക്ടേഴ്സ് പരസ്യം ഡോക്ടേഴ്സ് ചെയ്യുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ റെഫറൻസുകൾ ഉപയോഗിക്കുക. ഉം. അതാണ് ഏറ്റവും നല്ല മെത്തഡോളജി. ഉം. നമുക്കൊക്കെ അറിയാവുന്ന, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ഡോക്ടർ ഉണ്ടാവും. ആ ഡോക്ടറോട് ചോദിക്കാമല്ലോ ഏത് അതെ. ഹോസ്പിറ്റലിലേക്കാണ് പോകണമെന്നുള്ളത്. ഓക്കെ. അല്ലാതെ നമുക്ക് വേറെ സൊല്യൂഷൻ ഒന്നും ഇല്ല ഇതിനകത്ത്. ബിക്കോസ് ദാറ്റ് ഈസ് എ ഹ്യൂജ് ഇൻഡസ്ട്രി. ഇനി ഫങ്ഷണൽ മെഡിസിൻ പോലുള്ള ഒരു കാര്യത്തിന് എന്തുമാത്രം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു മാഫിയ എന്നിപ്പോൾ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ആ ഒരു ക്ലട്ടർ അവിടെ നിൽക്കുമ്പോൾ, ആ ഒരു ഗ്രൂപ്പ് അവിടെ നിൽക്കുമ്പോൾ ഈ ഫങ്ഷണൽ മെഡിസിൻ പോലുള്ളതിന് പ്രസക്തി ഉണ്ടോ, ഉം. അല്ലെങ്കിൽ അതിനെ ഒതുക്കില്ലെന്ന് ചോദിച്ചാൽ അതൊന്നും ഒതുങ്ങില്ലത്. കാരണം ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ആൾക്കാർ ഇന്ന് ഇത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം they are realizing that the kind of treatment they were doing would have been much better. ഇങ്ങനെ റൂട്ട് കോസ് അനാലിസിസ് ചെയ്യാൻ സാധിച്ചിരുന്നെങ്കിൽ ഇത് മച്ച് ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പലരും മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്. രണ്ട്, പേഷ്യൻസ് ആണ്. ഇന്ന് ഈ സോഷ്യൽ മീഡിയയും ചാറ്റ് GPT ഒക്കെ വന്നതോടുകൂടി ആൾക്കാർ ഭയങ്കര അവെയർ ആയിട്ടുണ്ട്. പിന്നെ ഇതേപോലുള്ള കോൺഫറൻസുകൾ, സമിറ്റ്സും ഇഷ്ടം പോലെ ഉണ്ട്. ഇതേപോലുള്ള പോഡ്കാസ്റ്റുകൾ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. സോ പീപ്പിൾ ആൾക്കാരൊന്ന് മനസ്സിലാക്കാൻ തുടങ്ങി, എൻ്റെ ആരോഗ്യം എൻ്റെ ഉത്തരവാദിത്വം, അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ട എൻ്റെ ആവശ്യം. എനിക്ക് കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നുള്ളതും എനിക്ക് കഴിക്കേണ്ട എൻ്റെ എക്സസൈസ് എന്താണെന്നുള്ളതും ഞാൻ തന്നെ ചൂസ് ചെയ്യണം. ഇതിലേക്ക് വലിയൊരു മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ. സോ ഓവറോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നോക്കിയാൽ ഈ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, എല്ലാ കമ്പനികളും അവരുടെ മേജർ ഇൻവെസ്റ്റ്മെന്റ് ഇപ്പം ന്യൂട്രസ്യൂട്ടിക്കൽസിലേക്ക് മാറ്റി. അപ്പോൾ അവരെല്ലാം ന്യൂട്രീഷൻ സപ്ലിമെന്റ്സ് ബിൽഡ് ചെയ്യാൻ തുടങ്ങി. അവര് മുന്നിൽ കണ്ടു. അതിൻ്റെ അടുത്ത് മാഫിയാവോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് സ്റ്റിൽ ദാറ്റ്സ് ഹാപ്പനിങ് നൗ. ഇറ്റ്സ് എ ഒരു 5 years down the line ഉള്ള ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ്, ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി വിൽ ബി ടോട്ടലി ഡിഫറെൻറ്റ്. ഡിലോയിറ്റിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട്, 2019 അവർ റിലീസ് ചെയ്ത റിപ്പോർട്ട്. അതിൽ പറയുന്നത് ഫ്യൂച്ചർ ഓഫ് ഹെൽത്ത് എന്ന റിപ്പോർട്ടിന് പബ്ലിക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്, പബ്ലിക്കലി അവൈലബിൾ ആണ്. സോ വാട്ട് ദേ ആർ സെയിങ് ഈസ് റൈറ്റ് നൗ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം ഹെൽത്ത് ആൻഡ് വെൽനസ്, ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയാണ് ബേസിക്കലി വേൾഡിലെ ഏറ്റവും വലിയ ഇൻഡസ്ട്രി. അതിൻ്റെ 20% പോലും പ്രിവെൻറ്റീവ് ഹെൽത്ത് ഇല്ല അതിനകത്ത്. സോ മോർ ദാൻ 80% ഈസ് റിയാക്ഷണറി ട്രീറ്റ്മെൻറ്റ് ഓറിയൻറ്റഡ് സിസ്റ്റംസ് ആണ് സിക്നസ് ഇൻഡസ്ട്രി എന്ന് പറയാം. Now what Deloitte is saying is by 2040 എന്ന് പറയുമ്പോൾ 15 വർഷം കഴിയുമ്പോൾ ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയുടെ മോർ ദാൻ 60%, 60% കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് പ്രിവെൻറ്റീവ് ഹെൽത്ത് ആയിരിക്കും. അത് ആർക്കും തടഞ്ഞു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ഇന്ന് കാണുന്ന വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിൽ പല ബിൽഡിങ്ങുകളും ഹെൽത്തിന് വേണ്ടിയുള്ളതായിരിക്കും, സിക്നസ്സിന് വേണ്ടിയുള്ളതായിരിക്കത്തില്ല. ഇപ്പം തന്നെ ട്രെൻഡ് വന്നു തുടങ്ങിയില്ലേ? നമ്മൾ നോക്കൂ, ഇപ്പോൾ പണ്ട് ഡെലിവറി എടുത്തിരുന്ന ഹോസ്പിറ്റലാണ്, ഇപ്പോൾ ബർത്തിങ് സെൻറ്റേഴ്സ് വന്നു അല്ലേ? സോ ദർ ഇസ് എ ശരിക്കും ഡെലിവറി ചെയ്യേണ്ടത് ഹോസ്പിറ്റൽ അല്ലല്ലോ. ഹോസ്പിറ്റൽ ഈസ് ഫോർ സിക്നസ്. ഇവിടെ ഒരു ജീവൻ തുടങ്ങുകയാണ്. സോ അപ്പോൾ ആ ട്രാൻസിഷൻ ഉണ്ട് അവിടെ മാർക്കറ്റിൽ, ആൻഡ് ഇറ്റ്സ് ഹാപ്പനിങ്. നമ്മളിതിനെക്കുറിച്ച് മനസ്സിലാക്കുക, പഠിക്കുക, ഇതിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. എൻ്റെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ 1000 സ്വപ്നങ്ങളുണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? ആരോഗ്യം പോയാലോ ഒരു സ്വപ്നമേ ഉള്ളൂ, പിന്നെ എല്ലാ സ്വപ്നങ്ങളും മാറും. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഏരിയ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യണം. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും കോണ്ടന്റ് നമ്മൾ ഒത്തിരി കൺസ്യൂം ചെയ്യുന്നു. ഈ വല്ലവൻ്റെ വീട്ടിലെ കാര്യവും അവിടുത്തെ കാര്യം ഇവിടുത്തെ കാര്യമൊക്കെ കൺസ്യൂം ചെയ്തിട്ട് വല്ല പ്രയോജനമുണ്ട്? അതേസമയത്ത് എനിക്ക് ഇന്നത്തെ എൻ്റെ എനർജി ഒന്ന് എൻഹാൻസ് ചെയ്യാൻ പറ്റുക, എനിക്ക് എൻ്റെ ബ്രെയിൻ ഫംഗ്ഷനെ കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ പറ്റുക, അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് മാറിക്കിട്ടും. നിങ്ങളെപ്പോലുള്ള മീഡിയ രംഗത്തൊക്കെ ഉള്ളവരാണ് ഇത് ഏറ്റവും കൂടുതൽ റോള് പ്ലേ ചെയ്യുന്നത്. നമുക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആവാൻ പറ്റുകയല്ലേ ചെയ്യണത്? അപ്പോൾ ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ചോദിക്കുന്നത്, ഇപ്പം നമ്മൾ ലാലേട്ടനോ അല്ലെങ്കിൽ മമ്മൂക്കയെ പോലുള്ള ആൾക്കാരെ കുറിച്ചൊക്കെ അവരൊക്കെ നമ്മുടെ മുമ്പിൽ കൺമുന്നിലുണ്ടല്ലോ. അവരൊക്കെ അവരുടെ ഈ ഏജിലും അവരുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ് അവർ കാഴ്ചവെക്കുന്നുണ്ട്. അവർ ഏറ്റവും നല്ലത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ മുമ്പിൽ ലൈവ് ലിവിങ് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പോൾ എന്തിന് ലിമിറ്റ് ചെയ്യണം? ഈ ക്യാപ്റ്റൻ കൃഷ്ണൻ നായർ ബിസിനസ് രംഗത്തേക്ക് വന്നതിന് 58 വയസ്സിലാണ് ഹോട്ടൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്, ലീല. സോ 82ാമത്തെ വയസ്സിൽ ബിക്കേം ദ നമ്പർ 1 ഹോട്ടലിയർ ഇൻ ദ വേൾഡ്. അപ്പോൾ ഓരോരുത്തരും നമ്മുടെ നാട്ടിൽ പലരോട് സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു 50 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഇനിയിപ്പോൾ എന്ത് നമ്മുടെയൊക്കെ കഴിഞ്ഞില്ല, തുടങ്ങാൻ പോലേ ഉള്ളൂ. കാരണം ആദ്യത്തെ 20-25 വർഷം നമ്മൾ പഠിക്കാൻ വേണ്ടി ചെലവഴിച്ചു.
പിന്നെ ഒരു 25 വർഷങ്ങൾ എടുത്തിട്ടുണ്ടാവും നമ്മുടെ കരിയർ ഒന്ന് ഫിക്സ് ചെയ്യാൻ. ഉം. എന്ന് വെച്ചാൽ വാട്ട് ഐ ആം ഗുഡ് അറ്റ് Yeah. എന്ന് മനസ്സിലാക്കാൻ. സത്യം. എന്ന് പറയുമ്പോൾ ഒരു 40-45 വയസ്സാകുമ്പോഴാണ് നമ്മുടെ പരിപാടി Correct നമ്മൾ ഒരു- Yeah. ഈ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് ഏതെങ്കിലും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് വന്ന് നമ്മുടെ എനർജിയും ഡ്രെയിൻ ചെയ്ത് നമ്മുടെ പെർഫോമൻസും കളഞ്ഞാലത്തെ അവസ്ഥ ആലോചിച്ചു. സോ അവിടെയാണ് ഞാൻ കാണുന്നിടത്തോളം, ഞാൻ എപ്പോഴും എല്ലാവരും പറയാറുള്ള ഒരു കാര്യമാണ്, ഒരു മനുഷ്യൻ്റെ ഏറ്റവും ബെസ്റ്റ് കോൺട്രിബ്യൂട്ടിങ് ഇയേഴ്സ് എന്ന് പറയുന്നത് 50 to 75 ആണ്. കാരണം ആ സമയത്ത് അവൻ പഠിച്ചു, ഉം. അവൻ എക്സ്പീരിയൻസ് ഉണ്ട്, Yeah. ഹി ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ബെസ്റ്റ്, ഹി ആൻഡ് ഷീ Yeah. Yeah. ക്യാൻ കോൺട്രിബ്യൂട്ട് ദ ബെസ്റ്റ്. അത് പലപ്പോഴും ഇപ്പോൾ സാധിക്കുന്നില്ല. അതിലേക്ക് ആൾക്കാർ എത്തിക്കാൻ സാധിച്ചാൽ ഒരു രാജ്യത്തിന്റെ പ്രൊഡക്ടിവിറ്റി എത്ര കൂടുമെന്ന് ആലോചിച്ചു. Yeah. Oh. ഗ്രേറ്റ്. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത്ര ഈസി ആയിട്ട് നമുക്ക് നമ്മളിലെ തന്നെ നമ്മൾ പോലും വിചാരിക്കാത്ത സൂപ്പർ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നില്ലേ സജീവേട്ടൻ? എത്ര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് പറഞ്ഞു തന്നത് അല്ലേ? എനിവേ താങ്ക് യു സജീവേട്ട. Thank you. താങ്ക് യു സോ മച്ച്. താങ്ക് യു. Yeah.